ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CSAT നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഷ്യോ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, അതായത് പെർസെൻറ്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ, അതുപോലെ ആവറേജ്, ഇതൊക്കെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഒരുപാട് മറ്റുള്ള ടോപ്പിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏജസിൻ്റെ പ്രോബ്ലം ചെയ്യും, അതുപോലെ മറ്റൊരുപാട് പ്രോബ്ലം ചെയ്യും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ ഇസ് എ കമ്പാരിസൺ ഓഫ് ടു ക്വാണ്ടിറ്റി, അതല്ലെങ്കിൽ ടു ഓർ മോർ ക്വാണ്ടിറ്റീനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നമ്മൾ റേഷ്യോ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ ഒരാളുടെ സാലറി എന്ന് പറയുന്നത് എത്രയാ? സാലറി ഓഫ് എ എന്ന് പറയുന്നത്, എൻ്റെ സാലറി എന്ന് പറയുന്നത് നമുക്ക് സപ്പോസ് ഒരു 10,000 ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? എൻ്റെ സാലറി എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, എൻ്റെ സാലറി എന്ന് പറയുന്നത് 10,000. അതുപോലെ ബീൻ്റെ സാലറി എന്ന് പറയുന്നത് 12,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു എൻ്റെയും ബീൻ്റെയും സാലറീൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിക്കുന്നു. സോ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതായത് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ സാലറി എ, ബീൻ്റെ സാലറി ബി. സോ A:B എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ റേഷ്യോനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A:B എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇതിന് സെയിം ആണ് A/B എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേഷ്യോ നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇതിൻ്റെ റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ ഈക്വൽ ടു എന്താ? 10,000 ഡിവൈഡ് ബൈ 12,000. ക്ലിയർ? ഇനി ഇതിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. എന്താണ് കോമൺ ആയിട്ടുള്ള ടേം? ഏതാണ്? ഈ 3 zeros നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി എന്താണ്? നമുക്ക് ഇതിൽ രണ്ടിലും ഇപ്പോൾ 10/12 ആണുള്ളത്. രണ്ടിലും നമുക്ക് 2 കോമൺ ആണ്. സോ 2 വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് എന്താ? 5/6 എന്നുള്ള വാല്യൂ കിട്ടും. 5/6 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് 5/6 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ A:B എന്ന് പറയുന്നത് എന്താണ്? A:B എന്ന് പറയുന്നത് 5/6 ആണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് റേഷ്യോ. അതായത് രണ്ട് ടേമിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റി അതിനാണ് നമ്മൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയാം. സോ നമുക്ക് ഒരു വാല്യൂവിൻ്റെ, അതായത് ഇപ്പോൾ നമ്മളൊരു ഈ സാലറീൻ്റെ റേഷ്യോ തന്നാൽ നമുക്ക് ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ രണ്ടിലുള്ള കോമൺ സിംപ്ലിഫൈഡ് ടേമിനെ നമുക്ക് അതാണ് കണ്ടുപിടിക്കാൻ പറ്റുക. നമ്മളോടിപ്പോൾ പറഞ്ഞു സാലറി, രണ്ട് എൻ്റെയും ബീൻ്റെയും സാലറീൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വൽ സാലറി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനോട് ഏതോ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ 5/6 എന്ന്, അതായത് 5:6 അല്ലെങ്കിൽ 5/6 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ റേഷ്യോൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ 2 ചെയ്യുന്നു, ന്യൂമറേറ്ററിലും 2 ചെയ്യുന്നു. ഓക്കെ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ളത്, ന്യൂമറേറ്റർ മേലെയുള്ളത്. സോ ഇതിനെ രണ്ടിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10/12 ആണ് കിട്ടുക. ഇനി അതല്ല, ഇതിനെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 ഡിവൈഡ് ബൈ 18 ആണ് കിട്ടുക. ക്ലിയർ? ഇനി അതല്ല, നമ്മൾ ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 6 × 4 24 ആണെന്ന് കിട്ടും. ക്ലിയർ? അതുപോലെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5നെ 2000 കൊണ്ട് ചെയ്താൽ നമുക്ക് 10,000 ആണെന്ന് കിട്ടും. അതുപോലെ 6നെ 2000 ചെയ്താൽ 12,000 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയേ, എല്ലാത്തിനും ഈക്വൽ വാല്യൂ സൈൻ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ? ഇതൊക്കെ ഈക്വലാണ്. ക്ലിയർ? 5/6 എന്ന് പറയുന്നതും 10/12 എന്ന് പറയുന്നതും 15/18 എന്ന് പറയുന്നതും എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു റേഷ്യോനെ നമ്മൾ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂവിൽ ചേഞ്ച് ഇല്ല. അതായത് ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്താണ്? സെയിം വാല്യൂ അല്ലേ? എന്ത് കിട്ടി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10ഉം 12ഉം കിട്ടി. ഇത് സെയിം ആണ്. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.833 ആണ് നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇതെന്താണ്? 0.833. അങ്ങനെ എല്ലാം 0.833 ആണ് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ റേഷ്യോനെ നമ്മൾ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ വാല്യൂവിൽ ചേഞ്ച് വരില്ല.
ക്ലിയർ? ആ ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തു, അതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയത് 5/6 അല്ലേ റേഷ്യോ കിട്ടിയ, അല്ലെങ്കിൽ 5:6. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, 5/6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5/6 എന്താ 5:6 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഇതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എന്താ പ്ലസ് എന്താ ഒരു 4, ഇവിടെ പ്ലസ് 4. സോ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 9/10 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 9/10 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 5/6 എന്നുള്ള വാല്യൂവിൻ്റെ 5/6 എന്നുള്ള വാല്യൂവിൻ്റെ അതായത് ഈ 5/6ൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 0.833 ആണ്. ഇനി 9/10ൻ്റെ വാല്യൂ എന്താണ്? 9/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.9 ആണ് വരിക. ക്ലിയർ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു നമ്പറിനെ അതായത് ഒരു റേഷ്യോൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ വാല്യൂവിൽ ചേഞ്ച് വരും, റേഷ്യോയിൽ ചേഞ്ച് വരും. ക്ലിയർ? മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ആഡ് ചെയ്താൽ നമുക്ക് റേഷ്യോയിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രപ്പോർഷണൽസ്. അതായത് എന്താ പ്രപ്പോർഷണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് A:B പ്രപ്പോർഷൻ C:D എന്ന വാല്യൂ തന്നു. അതായത് എന്താ ഒരു 2:3 പ്രപ്പോർഷൻ നമുക്ക് അടുത്ത വാല്യൂ തന്നു. അതായത് അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താ A:B പ്രപ്പോർഷൻ C:D എന്ന വാല്യൂ തന്നാൽ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ A/B = C/D എന്നുള്ള ഫോമിലാണ് ഉള്ളത്. ക്ലിയർ? ഇപ്പോൾ A/Bൻ്റെ റേഷ്യോ തന്നെയായിരിക്കും C/Dയിലും. ഓക്കെ, അതായത് 2:3 പ്രപ്പോർഷൻ 4:6 എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നോക്കിയേ എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ 2/3 = നമുക്ക് എന്ത് കിട്ടും? 4/6 അല്ലേ? 2/3 എന്ന് പറഞ്ഞാലും 4/6 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രപ്പോർഷൻ്റെ മീൻ ചെയ്യുന്നത്. ഇനി നമ്മളോട് പറഞ്ഞു ഒരു വാല്യൂവിൻ്റെ 4th പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. 4th പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 4th പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് 3 വാല്യൂ കിട്ടും. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞു 2, 3, 4 ഇതിൻ്റെ 4th പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. ഇതിൻ്റെ 4th പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നമുക്ക് 2, 3, 4ൻ്റെ 4th പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2:3 പ്രപ്പോർഷൻ 4:D അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4th പ്രപ്പോർഷൻ ആണ് നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ 4th വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, D ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് D എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 2/3 = എന്താ 4/D. ഇവിടുന്ന് D എന്താണ്? D എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. D = എന്താ 4 × 3/2 = 6 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ Dൻ്റെ വാല്യൂ നമുക്കിവിടെ 6 ആണ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ അതിനുള്ള ഇക്വേഷനാണിത്. ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് കോൺസെപ്റ്റ് നോക്കിയാൽ കിട്ടും. അതായത് എന്താ ഇവിടെ നമ്മൾ A/B = C/D അല്ല നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 4th പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ D ആണ് കിട്ടുക. 4th പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ Dൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് Dൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? അതായത് Dനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ബാക്കി എല്ലാ ടേമും റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. സോ D = എന്ത് കിട്ടും? ഇതിങ്ങോട്ട് കൊണ്ടുപോയി C/B/A ആണ് കിട്ടുക. സോ 4th പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4ാമത്തെ ടേമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനുള്ള ഇക്വേഷനാണ് ഇത്. ഇക്വേഷൻ അറിയേണ്ട ആവശ്യമില്ല, കാരണം A:B = C:D ആണ്. ക്ലിയർ? അപ്പോൾ ഇതൊന്നും എക്സാമിന് ചോദിച്ച് കാണുന്നത് വളരെ കുറവാണ്. നമ്മൾ റേഷ്യോൻ്റെ കാര്യമാണ് കൂടുതൽ പഠിക്കേണ്ടത്. പ്രപ്പോർഷൻ്റെ കാര്യം ചോദിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ഇനി നമ്മളോട് 3rd പ്രപ്പോർഷൻ ചോദിച്ചു. 2 വാല്യൂവിൻ്റെ അതായത് 3rd പ്രപ്പോർഷൻ, അതായത് ഇപ്പോൾ സെയിം, അതായത് എന്താ ഇവിടെ B നടുക്കുള്ള 2 വാല്യൂവും സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അതിൽ 3rd പ്രപ്പോർഷൻ നമ്മളോട് ചോദിച്ചു. 3rd പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ C. അപ്പോൾ നടുക്കുള്ള 2 വാല്യൂവും സെയിം ആയിരിക്കും. അപ്പോൾ എന്താ A/B = എന്താ B/C ആണ്. സോ ഇവിടെ നമ്മൾ C കണ്ടുപിടിക്കണം. C കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? C = B × B² കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ കാര്യം കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മളോട് മീൻ പ്രപ്പോർഷൻ പറഞ്ഞു. മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള വാല്യൂ ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? ഇവിടെ എന്താ ഉള്ളത്? A:B പ്രപ്പോർഷൻ B:C ആണ്. സോ ഇനി നമ്മളോട് എന്താ 3rd പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ വാല്യൂ ആണ്, Cൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മളോട് അതല്ല മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ A:X അല്ലെങ്കിൽ B പ്രപ്പോർഷൻ B:C. അപ്പോൾ ഇതിൽ നമ്മൾ Bൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് Bൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും?
ബീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, അതായത് A/B ഈക്വൽ ടു B/C ആണ്. അപ്പോൾ ഇവിടുന്ന് ബീൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? A/C ഈക്വൽ ടു B². സോ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് A/C ആണ്. സോ അല്ലെങ്കിൽ എന്താ റൂട്ട്, ഇവിടെ എക്സ് ഞാൻ കൊടുത്തു, നമ്മളെന്താ ഇവിടെ എടുത്തത് എന്താ? A/B പ്രപ്പോർഷൻ B/C ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ, ഈ ബി എന്ന വാല്യൂ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വാല്യൂവിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂട്ടാണ്. സോ പ്രപ്പോർഷൻ്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ വരുന്നത് കുറവാണ്, നമ്മൾ റേഷ്യോൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ബേസിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? ഡിവൈഡ് എന്താ 1200 ബിറ്റ്വീൻ A ആൻഡ് B ഇൻ ദ റേഷ്യോ എന്താ 3:5. അതായത് നമ്മളോട് ഒരു എന്താ 1200 ഉണ്ട്, അതിനെ നമ്മൾ 3:5 എന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? ഇതിനെ നമ്മൾ 3:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സോ എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? അപ്പോൾ അതിനെ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അതായത് 3:5 ആണ് ഉള്ളത്, നമ്മളിത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. ക്ലിയർ? എന്നിട്ടോ 1200നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് നമ്മൾ കട്ട് ചെയ്താൽ 1 കിട്ടും, റിമൈൻഡർ 4 ആണ്. സോ 50 150 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി എന്താ, ഓരോന്നിൻ്റെയും വാല്യൂ കൊടുക്കുക. അതായത് എന്താ, ആദ്യം 3ൻ്റെ വാല്യൂ ആണെങ്കിൽ, അതായത് ഇവിടെ 3 റേഷ്യോൻ്റെ വാല്യൂ ആണെങ്കിൽ 3 × 150. ഇനി 5 റേഷ്യോൻ്റെ വാല്യൂ ആണെങ്കിൽ 5 × 150. സോ എന്ത് കിട്ടും നമുക്ക്? 3 × 150 എത്രയാണ്? 45 0 450. ഇനി 5 × 150 എത്രയാണ്? 750. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ മനസ്സിലാത്തവർ ഒന്നും കൂടെ നോക്കിക്കോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതായത് ടോട്ടൽ 8 പാർട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 8 പാർട്ടുണ്ട്. 8 പാർട്ടിൽ 3 പാർട്ട് എന്ത് ചെയ്തു? ഇവിടെ 3 പാർട്ടാണ്, ഇത് 5 പാർട്ട്. അങ്ങനെ ആക്കിയെന്ന് വിചാരിക്കാം. അതാണ് നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞത്. ടോട്ടലായിട്ടുള്ളത് എന്താ? ഇതിൻ്റെ സമ്മാണ് ടോട്ടൽ നമ്മുടെ കയ്യിൽ 3 + 5. സോ 8 പാർട്ടുണ്ട്. ആ 8 പാർട്ട് എന്ന് പറയുന്നതാണ് എന്താണ്? 1200. 8 പാർട്ട് എന്ന് പറയുന്നതാണ് 1200. അപ്പോൾ 8നെ നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യണം? എങ്ങനെയാണ്? ഒരു സൈഡിൽ 3, ഒരു സൈഡിൽ 5. സോ നമ്മൾ ഈ 1200നെ നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ 3, ഒരു സൈഡിൽ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? അതായത് 8 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 1200. അങ്ങനെയാണെങ്കിൽ 1 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1200 / 8 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താ 3 പാർട്ട് ഈസ് ടു 5 പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി 1 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1200 / 8 ഈക്വൽ ടു 150 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 പാർട്ട് എന്താണ്? 3 പാർട്ട് കിട്ടണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 450 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി 5 പാർട്ട് കണ്ടുപിടിക്കണമെങ്കിലോ 5, അതായത് 1 പാർട്ട് എന്ന് പറയുന്നത് 150 ആണ്. ഇനി 5 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? × 5 ചെയ്താൽ മതി. സോ ഇവിടെയും × 5 ദാറ്റ്സ് ഈക്വൽ ടു 750. സോ ഇതാണ് റേഷ്യോൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത് 8 ആണ്. 8 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1200. പിന്നെ അതിന് നമ്മൾ 3 പാർട്ടും 5 പാർട്ടും ആക്കി മാറ്റുന്നു. അതാണ് നമ്മൾ റേഷ്യോയിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് A/B എന്ന് പറയുന്നത് 3:2 ആണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3A + 2B ഡിവൈഡ് ബൈ എന്താണ്? 3A - 2B. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ A/B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? A/B എന്ന് പറയുന്നതും A/B എന്ന് പറയുന്നതും സെയിം ആണ്. സോ 3/2 ആണ് കിട്ടുക. ക്ലിയർ? A/B എന്ന് പറയുന്നത് 3/2 ആണെന്ന് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് റേഷ്യോ ആണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു ഈ റേഷ്യോൻ്റെ കൂടെ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏതോ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടും അല്ലേ? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ 5/6 അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ആക്ച്വൽ വാല്യൂ ആയിട്ടുള്ള 10,000ഉം 12,000ഉം കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മളെന്താ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ A എന്ന് പറയുന്നത് നമ്മൾ 3x ആണെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന വാല്യൂ 3x ആണ്. ഇനി B എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 2x ആണ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഇതിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ? 3A എന്ന് പറഞ്ഞാൽ അതായത് 3A + 2B
ഡിവൈഡ് ബൈ എന്താ 3a മൈനസ് 2b. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇവിടെ 3a എന്താണ്? a എന്ന് പറയുന്നത് 3x ആണ്. സോ 3 ഇൻറ്റു 3x പ്ലസ് 2 ഇൻറ്റു 2x, b എന്ന് പറഞ്ഞാൽ 2x ആണ്, ഡിവൈഡ് ബൈ 3 ഇൻറ്റു 3x മൈനസ് 2 ഇൻറ്റു 2x. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതെന്ത് കിട്ടും? 9x പ്ലസ് 4x ഡിവൈഡ് ബൈ 9x മൈനസ് 4x. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9x പ്ലസ് 4x എന്ത് കിട്ടും? 13x ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 5x. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് വന്നു, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 13 ഡിവൈഡ് ബൈ 5 അല്ലെങ്കിൽ എന്താ നമുക്ക് എന്ത് കിട്ടും? ഇത് റേഷ്യോ അല്ല, നമ്മൾ എന്താ ഫ്രാക്ഷൻ ഇതിൽ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ 13 ഡിവൈഡ് ബൈ 5 ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 13 ഡിവൈഡ് ബൈ 5 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അതിനാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ 2 numbers are in the ratio 3:4. If 15 is subtracted from each, the new number are in the ratio എന്താണ്? 9:17. The larger number ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ 2 നമ്പർ, അപ്പോൾ a/b എന്ന് എഴുതാം. a/b എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ്. a/b എന്ന് പറയുന്നത് 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? നമ്മൾ ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ആക്ച്വൽ വാല്യൂ ഇതിന് രണ്ടിനും എക്സ് കൊടുത്താൽ നമുക്ക് എന്താ ആക്ച്വൽ വാല്യൂ കിട്ടി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് കൊടുത്താൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ അതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടി. ഇവിടെ നമ്മൾ എക്സ് വാല്യൂ അറിയാത്തതുകൊണ്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3x ആണ്, ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4x ആണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനിൽ പറയുന്നു ഈ രണ്ട് വാല്യൂ നിന്നും 15 സബ്ട്രാക്ട് ചെയ്താൽ, 15 മൈനസ് ചെയ്താൽ, അതായത് നമ്മൾ ഈ രണ്ട് വാല്യൂ നിന്നും ഇതിന്ന് 15 മൈനസ് ചെയ്യുന്നു, ഇതൊന്നും 15 മൈനസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 9:17 ആണ്, അല്ലെങ്കിൽ 9/17 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി എന്താണ്? ഇനി സിമ്പിളാണ്. ഇവിടെ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എന്താണ്? ലാർജർ വാല്യൂ. അതായത് എന്താ ഇതിൽ ലാർജർ വാല്യൂ എന്താണ്? 4 കൊണ്ട് അതായത് 3x-ഉം 4x-ഉം ആണ്. 3x 4x ഇതാണ് നമ്മൾ രണ്ട് വാല്യൂ ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൽ ലാർജർ വാല്യൂ എന്ന് പറയുന്നത് 4x ആണ്. സോ അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ടേം കിട്ടി. ഇത്രയും ടേം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 17നെ കൊണ്ട്, ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡിനോമിനേറ്ററിലുള്ള വാല്യൂസ് നമുക്ക് കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ 17 ഇൻറ്റു 3x മൈനസ് 15 ഈക്വൽ ടു 9 ഇൻറ്റു 4x മൈനസ് 15 ആണ് വരിക. ഇനിയോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 17 ഇൻറ്റു 3. 17 ഇൻറ്റു 3 എങ്ങനെ കിട്ടുക? 10 ഇൻറ്റു 3 30 ആണ്. 7 ഇൻറ്റു 3 21 ആണ്. സോ ടോട്ടൽ 51x ആണ്. ക്ലിയർ? മൈനസ് 17 ഇൻറ്റു 15, അതായത് 17 ഇൻറ്റു 15 ചെയ്യാം. സോ എന്ത് കിട്ടും? നമ്മൾ 552 ഇതാണ് കിട്ടുക. 255 ആണ് കിട്ടുക. 255 ആണ് കിട്ടുക. ക്ലിയർ? ഈക്വൽ ടു 3 ഇൻറ്റു 4 36x മൈനസ് എന്ത് കിട്ടും? 90 പ്ലസ് 45 135 ആണ് കിട്ടുക. ഓക്കെ, ഇനിയോ ഇവിടുന്ന് എക്സിൽ ഉള്ള രണ്ട് വാല്യൂ നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുപോകാം. 51x മൈനസ് 36x ഈക്വൽ ടു എന്ത് കിട്ടും? 255 മൈനസ് 135 ഇതാണ് കിട്ടുക. സോ 51x മൈനസ് 36x എന്ന് പറഞ്ഞാൽ 15x ആണ്. ക്ലിയർ? 15x ഈക്വൽ ടു എന്ത് കിട്ടും? 255 മൈനസ് 135 എന്താണ്? സിമ്പിളാണ്, 120 ആണ് കിട്ടുക. സോ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 120/15 എന്ത് കിട്ടും? 8 ആണ്. ക്ലിയർ? 8 ആണ് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 കിട്ടിയാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ ലാർജർ വാല്യൂ ആണ് വേണ്ടത്. ലാർജർ നമ്പർ ആണ്. ലാർജർ നമ്പർ എന്താണ്? ഈക്വൽ ടു 4x ആണ്. എക്സിൻ്റെ വാല്യൂ എന്താണ്? 8 ആണ്. സോ 32 ആണ് നമുക്ക് ആൻസർ കിട്ടുക. എന്താ? 32. ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ് ആൻസർ. 32 ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സപ്പോസ് രണ്ട് റേഷ്യോ വന്നു. എക്സാമ്പിൾ A:B. രണ്ട് റേഷ്യോ എന്താണ്? A:B എന്ന്, അതായത് ഒരു റേഷ്യോ A:B എന്ന് പറയുന്നത് 2:3 ആണെന്ന് വന്നു. അതുപോലെ B:C എന്ന് പറയുന്നത് 4:5 ആണെന്ന് വന്നു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എ ഈസ് ടു ബി ഈസ് ടു സി. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ ഫൈൻഡ് ചെയ്യും? ക്ലിയർ? എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്താ, എ ഈസ് ടു ബി എന്താണെന്ന് എഴുതാം. എയും ബിയും. എ ഈസ് ടു ബി എന്താണ്? 2, അതുപോലെ 3 ആണ്. ഇനി ബി ഈസ് ടു സി ആണ്. സോ അതിനടിയിൽ നമ്മൾ ബിയും സിയും എഴുതാം. ബീൻ്റെ അടിയിൽ എന്താണ് എഴുതുക? 4. ഇവിടെ നോക്കിയേ, 4ഉം 5ഉം. ക്ലിയർ? ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ്? 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നുകിൽ എന്താ ചെയ്യാം, നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ 2 ബീനെ നമ്മൾ സെയിം ആക്കുക. സോ ഇവിടെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മളിവിടെ നോക്കിയാൽ എന്താ കിട്ടും? അപ്പോൾ ആദ്യത്തെ ടേമിന് നമ്മൾ, അതായത് ഇവിടുത്തെ ടേമിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിനെ എല്ലാത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? 8, എ എന്ന് പറയുന്നത് 8, ബി എന്ന് പറയുന്നത് 12, ഇവിടെയും 12, ഇവിടെ എന്താ 15. സോ ബീൻ്റെ വാല്യൂ 2 സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 8, ഇത് 12, ഇത് 15 ആണെന്ന് ഇങ്ങനെ എഴുതാം. ക്ലിയർ? അപ്പോൾ 8:12:15 ആണ് നമുക്ക് കിട്ടുക. ഇനി അതല്ല, നമുക്ക് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നോക്കിയേ, നമ്മളിവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ. ഓക്കെ, 2, 3, 4, 5 ഇത്രയും നമ്പേഴ്സാണുള്ളത്. സോ ഈ 3ൻ്റെ നേരെ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണുള്ളത്. അതുപോലെ ഇതാ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. സോ ഇതിൽ രണ്ടിൽ നമ്മൾ തൊട്ടടുത്തുള്ള വാല്യൂ ആഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മൾ തൊട്ടടുത്തുള്ള വാല്യൂ 3 ആണ്, അത് ആഡ് ചെയ്യുക, അത് അവിടെ ചെയ്യുന്നു. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ 4 ആണുള്ളത്, അത് ചെയ്യുന്നു. ഇതൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് മേലെയുള്ളതും താഴെയുള്ളതും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2ഉം 4ഉം 8 ആണെന്ന് കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2ഉം 3ഉം 12, ഇത് തമ്മിൽ എന്ത് കിട്ടും? 15 ആണെന്ന് കിട്ടും. സോ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇല്ല ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. എ ഈസ് ടു ബി എന്ന് പറയുന്നത് 4:5 ആണ്. ബി ഈസ് ടു സി എന്ന് പറയുന്നത് എന്താ? 25:12 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? എ ഈസ് ടു സി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് വെച്ചാൽ എന്താ, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്താ 4ഉം 5ഉം ആണ്. ക്ലിയർ? പിന്നെ ഇനി എന്താ, ബിയും സിയും എന്താ 25ഉം 12 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളിതാ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ്, ഇതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ 5, ഇവിടെ നമ്മൾ 25. ക്ലിയർ? ഇനി നമ്മൾ ഡയറക്റ്റായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 × 25 100, 25 × 5 എന്ത് കിട്ടും? 125. ഇവിടെ 60 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്കെന്താ, ഇവിടെ നോക്കിയാൽ ഇത് നമുക്കെന്താ കോമൺ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എങ്ങനെയാണ്? 5 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയാൽ എ ഈസ് ടു സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എയും സിയും. സോ എ ബൈ സി എന്ന് പറയുന്നത് എന്താണ്? 100/60. സോ ഇതും ക്യാൻസലായി 5/3. സോ എ ഈസ് ടു സി എന്ന് പറയുന്നത് എന്താണ്? 5/3 ആണ്. ക്ലിയർ? ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ നോക്കേണ്ടത്, സപ്പോസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താ, ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ, അതല്ലെങ്കിൽ 3 ഒരു റേഷ്യോ എന്ന് പറയുന്നത് 3/5 ആണ്. മറ്റൊരു റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. അതായത് 3/5:2 എന്ന വാല്യൂ തന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് റേഷ്യോയിലേക്ക് മാറ്റണം. അപ്പോൾ റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ഡിനോമിനേറ്ററിൽ വാല്യൂ കാണില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഡിനോമിനേറ്ററിലെ വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡിനോമിനേറ്ററിലെ വാല്യൂ കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ × 5 ചെയ്യുക, ഇവിടെ × 5 ചെയ്യുക. സോ ഈ 5ഉം ക്യാൻസൽ ആവും. സോ ഈ സൈഡിൽ 3 മാത്രം, ഈ സൈഡിൽ 10 കിട്ടും. ക്ലിയർ? അപ്പോൾ 3:10 എന്ന് പറയുന്നതും എന്താ 3/5:2 എന്ന് പറയുന്നത് സെയിം ആണ്. ക്ലിയർ? ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബി എന്ന് പറയുന്നത്, എ ഈസ് ടു ബി എന്ന് പറയുന്നത് 1/2 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് കറക്റ്റ് നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്ററിൽ വാല്യൂ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? അപ്പോൾ ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം എടുക്കുക. അതായത് എന്താ, ഇവിടെ 3ഉം 2ഉം. അപ്പോൾ ഇതിൻ്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ന്യൂമറേറ്ററിലും ന്യൂമറേറ്ററിലും. അപ്പോൾ ഇതിൻ്റെ LCM 2, 3 എന്നതിൻ്റെ LCM എന്താണ്? 6 ആണ്. സോ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതും കട്ട് ചെയ്യുന്നു,
ഇവിടെ 3 കിട്ടുന്നു, ഇതും കട്ട് ചെയ്യുന്നു, 2 കിട്ടുന്നു. സോ 3:2 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റുമ്പോൾ ഉള്ളത്. അതായത് 3:2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റി ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വെച്ചാൽ 1/2 A:B എന്ന് പറയുന്നത് 1/2 1/3 ആണ്. ഇനി B:C എന്ന് പറയുന്നത് എന്താണ്? 1/4 1/5 ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിതിൻ്റെ ഡിനോമിനേറ്ററിലെ വാല്യൂ മാറ്റുക. നമ്മൾ ഇതിനെ ഡയറക്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ LCM എടുക്കുക. ഫസ്റ്റത്തെ LCM എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3:2 ആണെന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോഴോ ഇതിൻ്റെ LCM 20 ആണ്. അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടും? 5:4 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനിയോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? B:C ആണ്, അല്ലെങ്കിൽ A:B:C. അത് നമുക്ക് കണ്ടുപിടിക്കാം. A:B:C ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഏതൊക്കെ വാല്യൂ കിട്ടി? A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? അടുത്ത ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:4 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഇടാം, ഇവിടെ 5 ഇടാം. ഓക്കെ, ഇനിയോ 3ഉം 5ഉം 15, ഇത് 10, ഇത് 8. സോ 15 10 8 ഇതാണ് നമ്മുടെ റേഷ്യോ. A:B:C എന്ന് പറയുന്നത് എന്താണ്? 15:10:8 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ റേഷ്യോ ഫൈൻഡ് ചെയ്യുക. അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അതായത് A എന്ന് പറയുന്നത് 1/2 ആണ്, B എന്ന് പറയുന്നത് എന്താണ്? 2/3 ആണ്, C എന്ന് പറയുന്നത് 3/4 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ റേഷ്യോയിലേക്ക് എങ്ങനെ മാറ്റും? ഇതിൻ്റെ റേഷ്യോയിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അതായത് രണ്ടിൻ്റെയും ന്യൂമറേറ്ററിൽ 1 ആകുമ്പോൾ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? LCM ആണ് എടുക്കേണ്ടത്. LCM ഓഫ് എന്താണ്? 2 3 4. ഇതിൻ്റെ LCM കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്? 12 ആണ്. അപ്പോൾ LCM അറിയാത്തവർ നമ്മൾ LCMൻ്റെ ക്ലാസ് കാണാം, കഴിഞ്ഞ ക്ലാസ് കാണാം. കഴിഞ്ഞ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സിലാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പോൾ അത് കാണാം, എന്നിട്ട് ഈ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ LCM നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ LCM എന്താണ്? 12 ആണെന്ന് കിട്ടി. സോ നമ്മൾ ഓരോ വാല്യൂവിനെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് വാല്യൂവിനെ ഡിനോമിനേറ്ററിൽ 2 ആണ്. സോ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 ആണെന്ന് കിട്ടും. സെക്കൻഡോ ഇതും കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 4 ആണെന്ന് കിട്ടും. നെക്സ്റ്റ് ഇതും കട്ട് ചെയ്താൽ 3 ആണെന്ന് കിട്ടും. സോ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് കിട്ടി? പക്ഷേ ഇവിടെ ഒരു 2 ഉണ്ട്, 2 ഇൻറ്റു ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്, 3 ഇൻറ്റു ആണ്. സോ 6, ഇവിടെ 8 9. 6:8:9 ആണ് നമ്മുടെ റേഷ്യോ കിട്ടുക. 6:8:9, അതായത് 1/2നെയും 2/3നെയും 3/4നെയും നമ്മൾ ചെയ്താൽ എന്ത് കിട്ടും? 6:8:9 ആണെന്ന് കിട്ടും. ക്ലിയർ? അടുത്തൊരു കാര്യം വെച്ചാൽ, അടുത്ത കാര്യം നോക്കിയേ, നമുക്ക് 2A എന്ന് തന്നു ഈക്വൽ ടു 3B ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ A:B എന്താണ്? ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ എന്താ കോഎഫിഷ്യൻ്റെ വാല്യൂ രണ്ടും ഒരു സൈഡിൽ പോവുക, വേരിയബിളിൻ്റെ വാല്യൂ രണ്ടും ഒരു സൈഡിൽ പോവുക. അതായത് A/B എന്ന് എഴുതാം. ഇവിടുന്ന് B നേരെ ഇങ്ങോട്ട് പോകുന്നു. സോ A/B ഈക്വൽ ടു എന്ത് കിട്ടും? 3/2 ആണെന്ന് കിട്ടും. സോ A:B എന്താണ്? A:B ഈക്വൽ ടു എന്താ? 3:2 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി അതല്ല, നമുക്ക് 2A ഈക്വൽ ടു 3B ഈക്വൽ ടു 4C ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ A:B:C എന്ത് കിട്ടും? എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കാം. അതായത് ആദ്യം നമ്മൾ A:, അതായത് ഈ 2 വാല്യൂ മാത്രം എടുക്കും നമ്മൾ. ക്ലിയർ? A/B എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2 ആണെന്ന് കിട്ടും. അതായത് A:B എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2 ആണെന്ന് കിട്ടും. B/C ഈക്വൽ ടു 4/3 ആണെന്ന് കിട്ടും. സോ B:C എന്ന് പറയുന്നത് എന്താണ്? 4:3 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇവിടെ നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ചൂടെ? നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ എന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എന്താ? 4. സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി 12 8 6. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. റേഷ്യോ വളരെ സിമ്പിളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന ഏരിയ ആണ്.
അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 2 ഓൾ നമ്പേഴ്സ് ഹൂസ് സം ഈസ് 64 കനോട്ട് ബി ഇൻ ദ റേഷ്യോ. അതായത് എന്താ, രണ്ട് റേഷ്യോൻ്റെ സമ്മ് 64 വരുന്ന കേസ് അല്ലാത്ത ഏതാണ്? അതായത് എന്താ സമ്മ് എന്ന് പറഞ്ഞാൽ റേഷ്യോ, അതായത് നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീൻ്റെ സമ്മ് 64 വരാത്ത കേസ്. അതായത് നമ്മൾ പറഞ്ഞു ഈ രണ്ട് വാല്യൂവിനെയും ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താ നമുക്ക് റേഷ്യോൻ്റെ ഓരോ വാല്യൂ കിട്ടുക. ഇതെന്താ 5/3. അപ്പോൾ ഇതിന് രണ്ടിനെയും നമ്മൾ എക്സ് എന്ന വാല്യൂ കൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കിട്ടുക. സോ 5x + 3x. ക്ലിയർ? അതായത് നമുക്ക് എന്ത് കിട്ടും? 8x ആണെന്ന് കിട്ടും. സോ നമ്മളിതാ 64 കിട്ടണമെങ്കിൽ എക്സിന് എന്താ 8 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. എക്സിന് 8 എന്നുള്ള വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? 8 × 8 64. സോ ഫസ്റ്റത്തെ കേസ് നമുക്ക് ഓക്കെയാണ്, കിട്ടും. ഈ റേഷ്യോയിൽ നമുക്ക് 84 എത്താൻ പറ്റുന്നുണ്ടല്ലോ. അതായത് എക്സിന് നമ്മളിവിടെ നോക്കിയ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ എക്സിന് 8 എന്ന വാല്യൂ കൊടുത്താൽ ഇത് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ 7ഉം 1ഉം. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്താ 8x കിട്ടില്ലേ? 8 കിട്ടും. സോ 8 എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ 64 കാണുന്നുണ്ടല്ലോ. അതായത് 8x കിട്ടും ഇത് നമ്മൾ ആഡ് ചെയ്താൽ. അപ്പോൾ എക്സിന് നമ്മളെന്താ 8 കൊടുത്താൽ വീണ്ടും നമുക്ക് 64 ആണെന്ന് കിട്ടും. അടുത്ത ഇവിടെ നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ 7x എന്ന് പറയാം. റേഷ്യോ കോൺസെപ്റ്റ് അറിയുന്നവർക്ക് 7 ആണെന്ന് പറഞ്ഞാൽ മതി. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്ക് 64 ഇല്ല. സോ ഇത് നമുക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം 7x, ഇതിന് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് 64 ഒരിക്കലും വരില്ലല്ലോ, ഇല്ല. സോ ഈ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല. ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടെ നോക്കിയാൽ 9ഉം 7ഉം 16 എന്ന വാല്യൂ നമുക്ക് വരും. അപ്പോൾ 16നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ 16 × 4 എന്ത് കിട്ടും? 40ഉം 24ഉം 64 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 16 × 4, അതായത് ഇത് തമ്മിൽ ചെയ്താൽ നമുക്ക് 16 കിട്ടും, അല്ലെങ്കിൽ 16x കിട്ടും. എക്സ് നമ്മൾ 4 എന്ന് കൊടുത്താൽ 64 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വരാത്തൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. എന്താണ്? 64 വരാൻ പറ്റാത്ത ഒറ്റ വാല്യൂ ഉള്ളൂ. അത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? സം ഓഫ് ₹2,500 ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് XYZ ഇൻ ദ റേഷ്യോ തന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ഷെയർ ആൻഡ് മിനിമം ഷെയർ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവമാണ് ചെയ്യേണ്ടത്. എന്താണ്? XYZ തന്നിട്ടുണ്ട്. റേഷ്യോ എന്താണ്? 1/2, 3/4, 5/6. 2020 ചോദിച്ചാണ്, വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2, 4, 6 നമ്മൾ പറഞ്ഞു എന്താ ഡിനോമിനേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഡിനോമിനേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് LCM എടുക്കാം. സോ ഈ 3 വാല്യൂവിൻ്റെ LCM എടുക്കാം. എന്ത് കിട്ടും? 2, 4, 6. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ 3 വാല്യൂവിന് നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റേഷ്യോ എന്ത് കിട്ടും? ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ആണ്, കട്ട് ചെയ്യുമ്പോൾ 6 ആണെന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 3 ആണ്, 3 × 3 9 ആണെന്ന് കിട്ടും. ഇത് 2 × 5 10 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ റേഷ്യോ കിട്ടിയത്. A/B/C കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്? നമ്മളോട് ഫൈൻഡ് ചെയ്യേണ്ടത് അതായത് ടോട്ടൽ സം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സം എന്ന് പറയുന്നത് 2500 ആണ്. ക്ലിയർ? അതായത് ഈ ടോട്ടൽ റേഷ്യോ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ റേഷ്യോ കൂട്ടിയാൽ നമുക്ക് 25 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 25 എന്ന് പറയുന്നതാണ് 2500. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2500 / 25. സോ എന്ത് കിട്ടും? 100 ആണെന്ന് കിട്ടും. ക്ലിയർ? 100 ആണ് നമുക്ക് കിട്ടുക. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ഏതാ? മാക്സിമം ഷെയർ ആയിരിക്കും കിട്ടുക. അതായത് ടോട്ടൽ 25 ഷെയർ ഉണ്ടെങ്കിൽ അതിൽ 10 ഷെയർ ആയിരിക്കും കിട്ടും, സെഡിന് കിട്ടും. 9 ഷെയർ ആയിരിക്കും കിട്ടും, വൈക്ക് കിട്ടും. 6 ഷെയർ ആയിരിക്കും കിട്ടും, എക്സിന് കിട്ടും. അങ്ങനെയാണ് കിട്ടുക. സോ ടോട്ടൽ 2500 റുപ്പീസ് ഉണ്ടെങ്കിൽ 10 ഷെയറിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആർക്ക് കിട്ടും? എക്സിന് കിട്ടും. 9 ഷെയറിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടും, വൈക്ക് കിട്ടും. 6 ഷെയറിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടും, എക്സിന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം വാല്യൂ എന്താണ്? 10 ആണ്. 10 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണെന്ന് കിട്ടും. ക്ലിയർ? മിനിമം 10 എന്ന് പറയുന്നത് 1000 ആണെന്ന് കിട്ടും. ഇനി മിനിമം വാല്യൂ എന്താണ്? 6 ആണ്. അതെന്ന് പറയുന്നത് എത്ര കിട്ടും? 600 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 ആണ്. 2 പ്രാവശ്യം 0 ഓടിപ്പോയല്ലേ. അപ്പോൾ 400 ആണെന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് കിട്ടും. ഇനി നമ്മളിതാ ഇവിടെ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് തന്നെ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. അതായത് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണെന്ന് കിട്ടും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 100 ആണ്. 2 യൂണിറ്റ്, അപ്പോൾ 4 യൂണിറ്റിൻ്റെ വാല്യൂ 400 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റുപ്പീസ് എത്രയാണ്? 680 ഡിവൈഡ് എമംഗ് എ ബി സി സച്ച് ദാറ്റ് എ ഗെറ്റ് 2/3 ഓഫ് വാട്ട് ബി ഗെറ്റ് ആൻഡ് ബി ഗെറ്റ് 1/4 ഓഫ് സി ഗെറ്റ്, ദെൻ ദെയർ ഷെയർ ആർ റെസ്പെക്റ്റീവ്ലി. എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? എ എന്ന് പറയുന്നതിന് നമുക്കിവിടെ എഴുതാം. എ എന്ന് പറയുന്നത് എ ഗെറ്റ്സ് 2/3 ഓഫ് ബി, അതായത് ബി ഇൻറ്റു 2/3. ബിക്ക് കിട്ടുന്നതിൻ്റെ 2/3 ആണ് എക്ക് കിട്ടുക. സോ അത് നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് എന്ന് പറയാം, ബി ഗെറ്റ്സ് 1/4 ഓഫ് സി ഗെറ്റ്സ്, അതായത് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് സി ഇൻറ്റു 1/4 ആണ്, 4 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ ബൈ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 2/3 ആണെന്ന് കിട്ടും. ക്ലിയർ? എ ബൈ ബി ഈക്വൽ ടു 2/3 ആണ്. അല്ലെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് A/B എന്ന് പറയുന്നത് എന്താണ്? 2:3 ആണെന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടും? B/C എന്ന് പറയുന്നത് എന്താണ്? 1/4 ആണ്. അല്ലെങ്കിൽ B/C എന്ന് പറയുന്നത് എന്താണ്? 1:4 ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ A/B/C എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ? അടുത്തത് ബി എന്ന് പറയുന്നത് 1 ആണ്, അതുപോലെ സി എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് ചെയ്യാമല്ലോ. എന്താണ്? ഇവിടുന്ന് 3 ഇവിടത്തേക്ക് ഇട്ടു, ഇവിടുത്തെ 1 ഇവിടെ ഇട്ടു. സോ 2 × 1 2 ആണ്, 3 × 1 3 ആണ്. സോ ഇവിടെ എന്താണ്? 12 കിട്ടും. സോ നമ്മളെന്താ 680 എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? 2:3:12 എന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ 17 കിട്ടും. സോ നമുക്കറിയാം 17 എന്ന് പറയുന്നതാണ് 680. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 680 ഡിവൈഡ് ബൈ 17. ക്ലിയർ? 680 ഡിവൈഡ് ബൈ 17 എന്ത് കിട്ടും? 4. അതായത് 17 × 4 എന്താ? 68 അല്ലേ? 17 × 4 68 ആണ്. സോ 40 ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയെങ്കിൽ 2 യൂണിറ്റ് എന്താണ്? 80 ആണ്. 3 യൂണിറ്റ് എന്താണ്? 3 × 40. 3 × 40 എന്ന് പറഞ്ഞാൽ 120 ആണ്. അങ്ങനെ ആണെങ്കിൽ 12 യൂണിറ്റ് എന്താണ്? 480 ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ്. ഏതാവുക? 80, 120, 480. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായി കിട്ടുക. അടുത്ത 2015 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിക്കുന്നത് എന്താ? ഈച്ച് ഓഫ് എ ബി സി ഡി ഹാസ് 100. അപ്പോൾ എല്ലാവർക്കും, അതായത് നമുക്കത് ഇവിടെ എഴുതാം എ ബി സി ഡി. അങ്ങനെ 3 പേർക്കും 100, 4 പേർക്കും 100, 100, 100. ഓക്കെ. എ പേസ് 20 ടു ബി. അപ്പോൾ എ എന്ന് പറയുന്നത് 20 ബിക്ക് പേ ചെയ്തു. സോ ഇവിടുന്ന് 20 മൈനസ് ചെയ്തു. ബാക്കി എന്താ? റിമൈനിങ് എന്താ? 80 ആണുള്ളത് എയിൽ. സോ ഈ 20 ആർക്ക് കിട്ടി? ബിക്കാണ് കിട്ടുന്നത്. സോ ഇവിടെ 20 ആഡ് ചെയ്തു. സോ ഇവിടെ 120 ആയി. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇനി എ പേസ് 20 ടു ബി ഹു പേ 10 ടു സി. അതായത് ബി എന്ത് ചെയ്തു? 10 ആർക്ക് കൊടുത്തു? സിക്ക് കൊടുത്തു. സോ ഇവിടെ -10 ആണ്. ആ 10 സിക്ക് കിട്ടും. സോ ഇവിടെ -10 ചെയ്താൽ 110 ഇവിടെയാണ്, ഇവിടെ 110. നെക്സ്റ്റ് എന്താ? ഹു ഗെറ്റ്സ് 30 ഫ്രം ഡി. അതായത് സിക്ക് 30 ഫ്രം ഡി എന്ന് കിട്ടും. സോ ഇവിടെ -30 ആണ്. സോ എന്ത് കിട്ടും? -30 എന്ന് പറഞ്ഞാൽ ഇവിടെ 70 കിട്ടും. സോ ഈ 30 ഇങ്ങോട്ട് പോയി ഇവിടെ എന്ത് കിട്ടും? 140 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയും വാല്യൂസാണ് ഫൈനലായിട്ട് ഇവരുടെ കയ്യിലുള്ളത്. ഇനി നോട്ട് കറക്റ്റാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമ്മൾ നോക്കിയാൽ എന്താ? സി ഈസ് റിച്ചസ്റ്റ്. നോക്കിയേ, ഏറ്റവും കൂടുതൽ വാല്യൂ ആർക്കാണുള്ളത്? 140 റേഷ്യോ ഉള്ളതാർക്കാണ്? 140 ഉള്ളതാർക്കാണ്? സിക്കാണ്. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡി ഈസ് പുവറസ്റ്റ്. ഡി നോക്കിയേ, പുവറസ്റ്റ് ആണോ? ഏറ്റവും കുറവാർക്കാണ്? 70 ഉള്ളത് ഡിക്കാണ്. ഡി ഈസ് പുവറസ്റ്റ് ആണ്. ശരിയാണ്. സി ഹാസ് മോർ ദാൻ എ ആൻഡ് ഡി ഹാവ്. എ പ്ലസ് ഡി എത്രയാണ്?
എ പ്ലസ് ഡി, എയും ഡിയും 80 + 70 150 ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് സി ഹാസ് മോർ ദാൻ, സിക്ക് എത്രയാണ് 140 മാത്രമേ ഉള്ളൂ. സോ എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഇത് റോങ് ആണ്. സോ ഓപ്ഷൻ എന്താ സി ആണ് കറക്റ്റ്. പിന്നെ ഡി ഓപ്ഷൻ എന്താ ബി ഈസ് റിച്ചർ ദാൻ ഡി, ബി എന്ന് പറയുന്നത് റിച്ചർ ദാൻ ഡി ആണ്, കറക്റ്റാണ്. 70 മാത്രമേ ഡിക്കുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതാണ് റോങ് ആയതുകൊണ്ട് അത് കറക്റ്റാണ്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദർ ആർ 3 points പി ക്യു ആർ ഓൺ എ സ്ട്രേറ്റ് ലൈൻ സച്ച് ദാറ്റ് പി ക്യു ഈസ് ടു ക്യു ആർ. അപ്പോൾ എന്താ പി ക്യു ഈസ് ടു ക്യു ആർ എന്ന് പറഞ്ഞാൽ ആ പി ക്യു, അതായത് 3 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ. നമ്മൾ 3 പോയിൻ്റാണിത്. എന്തൊക്കെയാണ്? പി ക്യു ആർ 3 പോയിൻ്റാണുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു പി ക്യു, അതായത് ഇവിടെ ഒരു ലൈനാണ്, പിന്നെ ക്യു ആർ ഈ ലൈൻ. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ഇത് 3 ആണ്, ഇത് 5 ആണ്. ഇതാണ് ഇതിൻ്റെ റേഷ്യോ. ഇഫ് n ഈസ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് പി ക്യു ഈസ് ടു പി ആർ, ദെൻ വാട്ട് ഈസ് n ഈക്വൽ. അതായത് എന്താ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പി ക്യുവിനും ക്യു ആറിനുള്ള റേഷ്യോ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ കോൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? പി ക്യുവിനും ക്യു ആറിനും പി ക്യു 3 ആണ്. പി ക്യു അതായത് ഇതാണ് നമ്മൾ പി ക്യു ഈസ് ടു പി ആർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ പി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇനി പി ആർ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഇത് രണ്ട് ആഡ് ചെയ്താൽ 8 ആണെന്ന് കിട്ടും. സോ 3:8 ആണ് നമുക്ക് റേഷ്യോ കിട്ടി. ഇനി മറ്റേതെങ്കിലും റേഷ്യോ നമുക്ക് ഇതിൽ കിട്ടുമോ? ഇത് മാത്രമാണെങ്കിൽ ആൻസർ 1 ആണ്. ഇനി അതല്ല, മറ്റേതെങ്കിലും റേഷ്യോ കിട്ടിയാൽ ആൻസർ വേറെയാണ്. സോ ഇതല്ലാണ്ട് നമുക്ക് പി ക്യുവിനും പി ആറിനും റേഷ്യോ മാറുന്നുണ്ടോ? ഇവിടെ നോക്കിയാൽ ഇത് 3:8 ആണ്. ഇതല്ലാണ്ട് വേറെ ഏത് റേഷ്യോ ആണ് കിട്ടുക? അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ നമ്മൾ ഈ വരച്ചതൊന്ന് മാറ്റി വരച്ചാലോ? അതായത് ഈ ലൈനിൽ നമ്മൾ ഇവിടെ ക്യൂ കൊടുത്തു, ഇവിടെ നമ്മളെന്താ പി കൊടുത്തു, ഇവിടെ ആർ കൊടുത്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ റേഷ്യോ നോക്കിയാൽ 3:5. അതായത് പി ക്യു എന്ന് പറയുന്നത് 3 ആണ്. ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ ലെങ്ത് ആണ്. എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ പി ക്യു ഈസ് ടു പി ആർ എന്ന് പറയുന്നത്, പി ക്യു എന്താണ്? പി ക്യു എന്ന് പറയുന്നത് 3 ആണ്. ഇനി പി ആർ എന്ന് പറയുന്നത് ഇവിടെ റിമൈനിങ് എന്താ? ടോട്ടൽ 5 ആണ്, ഇത് മാത്രം 3 ആണ്. സോ റിമൈനിങ് 2 ആണ്. സോ 3:2 ആണ്. സോ ഇതിൻ്റെ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 + 2 ആണ്, അതായത് 5 ആണ് കിട്ടിയത്. സോ നമുക്ക് ഈ 2 തരത്തിൽ റേഷ്യോ കിട്ടി. ഒന്ന് 3:8 കിട്ടി, മറ്റത് 3:2 കിട്ടി. സോ 2 തരത്തിൽ കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ, 2 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി 2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ 2 പോസിബിൾ വാല്യൂസ് ആണ് ഉള്ളത്. 2 പോസിബിൾ വാല്യൂസ് ആണ് ഉള്ളത്. അടുത്തത്, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, സപ്പോസ് ഇതുവരെ നമ്മളെന്താ 2 റേഷ്യോനെ കമ്പൈൻ ചെയ്യാനാണ് പഠിച്ചത്. ഇനി നമ്മൾ സപ്പോസ് നമുക്ക് 3 റേഷ്യോ തന്നെന്ന് വിചാരിക്കാം. അതായത് A:B എന്ന് പറയുന്നത് 1:2 ആണ്. ഇനി B:C എന്ന് പറയുന്നത് 4:6 ആണ്. C:D എന്ന് പറയുന്നത് 9:3 ആണ്. അങ്ങനെയാണെങ്കിൽ A:B:C:D ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് A:B:C:D. ഇത് നമ്മൾ തന്ന വാല്യൂ എന്താ? 1ഉം 2 ആണ് A:B. അടുത്തെന്താ? B:C 4ഉം 6ഉം. C:D എന്താണ്? 9ഉം 3ഉം. ഇത്രയും വാല്യൂസാണ് നമുക്ക് കിട്ടുക. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിലൊക്കെ തൊട്ട് മുന്നത്തെ വാല്യൂ ഇടുക. സോ ഇവിടെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ ബ്ലാങ്ക് സ്പേസിൽ 2, അതായത് ഇവിടുത്തെ വാല്യൂ എന്താ? 2 ആണ്. സോ ഇവിടെ രണ്ടും 2 ഇട്ടു. ഇനി ഇവിടെ 6 ആണ്. സോ ആ 6 ഇവിടെ ഇട്ടു. ഈ 4 ഇവിടെ ഇട്ടു. 9 ആണ് ഇവിടെ ഉള്ളത്. സോ നമ്മൾ 9 ഈ 2 സ്പേസിലും ഇട്ടു. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറായി. എന്താ? 6 ഇൻറ്റു ഇവിടെ എന്താ? ഇവിടെ 4 ആണ്. ഓക്കെ, സോ എന്താ? 36 ഇൻറ്റു 1. ഇവിടെ 36 ആണ് കിട്ടുക. 36 ഇൻറ്റു 2 72 ആണ് കിട്ടുക. ഇവിടെ എന്ത് കിട്ടും? 12 ഇൻറ്റു 9 എന്ത് കിട്ടും? 108 ആണ് കിട്ടുക. 6 ഇൻറ്റു 6 36. ഓക്കെ, 6 ഇൻറ്റു 12 ഇൻറ്റു എന്താണ്? 3 ആണ് കിട്ടുക. സോ ഇവിടെ എന്ത് കിട്ടും? അതായത് ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 2. സോ 12
ഇൻറ്റു എന്താണ് ഇത് ആക്ച്വലി ഇത് നമുക്ക് 13 അല്ലെങ്കിൽ 3 കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ 13 കൊടുക്കും, വലിയൊരു വാല്യൂ കൊടുക്കുന്നു. സോ എന്ത് കിട്ടും 12 ഇൻറ്റു 13 എന്ത് കിട്ടും, ഈ വലിയ വാല്യൂ 156 ആണെന്ന് കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ 3 കൊടുത്താൽ നമുക്ക് ഇവിടെ 36 ആണെന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ 3 തന്നെ കൊടുത്താൽ 36 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ 3 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, തൊട്ട് മുന്നത്തെ വാല്യൂ അവിടെ കൊടുത്തിട്ട് നമ്മൾ ആ വാല്യൂസ് 3 വാല്യൂസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ₹5100 ഈസ് ഡിവൈഡഡ് എമംഗ് ABCD. ഇവിടെ 4 വാല്യൂ ഉണ്ട്. സച്ച് ദാറ്റ് റേഷ്യോ ഓഫ് ദം ഇവിടെ തന്നിട്ടുള്ള A:B എന്ന് പറയുന്നത് അതായത് നമുക്ക് 4 വാല്യൂ ഉണ്ട്, ABCD. A:B എന്ന് പറയുന്നത് എന്താണ്? A:B എന്ന് പറയുന്നത് 2:3 ആണ്. B:C എന്ന് പറയുന്നത് എന്താണ്? 4ഉം 3ഉം ആണ്. C:D എന്ന് പറയുന്നത് എന്താണ്? 2ഉം 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ വാല്യൂ എങ്ങനെയാണ്, നമ്മൾ ഓരോന്നിൻ്റെ കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ കമ്പൈൻ റേഷ്യോ കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നത്തെ വാല്യൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എന്താണ്? 3 വരും, 3 ഇവിടെയും 3 ആണ്, ഇവിടെ 4 2 2. സോ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 ഇൻറ്റു 4 16, 12 ഇൻറ്റു 2 24. ഓക്കെ, 9 ഇൻറ്റു 2 18, ഇവിടെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 ആണെന്ന് കിട്ടും. സോ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 85 ആണെന്ന് കിട്ടും. ക്ലിയർ? 85 ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഏതാണ്? 5100. സോ 85 എന്ന് പറയുന്നതാണ് ഈ വാല്യൂ. 85 എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ 85 എന്ന് പറയുന്നത് 5100. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5100 ഡിവൈഡ് ബൈ 85 ആണ്. ക്ലിയർ? അപ്പോൾ ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? ഇതും കട്ട് ചെയ്താൽ 5 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ 6 വെച്ച് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 0 3 51. ഓക്കെ, അപ്പോൾ 60 ആണ് കിട്ടുക. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 60 ആണ് കിട്ടുക. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഓരോ യൂണിറ്റും കണ്ടുപിടിക്കാം. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? സം ഓഫ് ഷെയർ ഓഫ് A ആൻഡ് D. നമ്മൾ Aൻ്റെയും Dൻ്റെയും മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ക്ലിയർ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ ആൻസറായി. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 27 + 16 43 ആണ് കിട്ടും. 43 ഇൻറ്റു 60, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. Aൻ്റെയും Dൻ്റെയും സം എന്ന് പറയുന്നത് 43 ആണ്. സോ 43 യൂണിറ്റ് എന്ന് പറയുന്നത് 43 ഇൻറ്റു 60 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0852 2580 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 60 ആണെന്ന് കിട്ടി. അപ്പോൾ Aൻ്റെ മാത്രം വാല്യൂ എന്താ? 16 ഇൻറ്റു 60 960 ആണെന്ന് കിട്ടും. ഇനി Dൻ്റെ മാത്രം വാല്യൂ എന്താണ്? Dൻ്റെ യൂണിറ്റ് 27 ഇൻറ്റു 60. സോ 120 എത്ര കിട്ടും? 1620 ആണെന്ന് കിട്ടും. സോ 0852. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുക. ആദ്യം തന്നെ നമ്മൾ റേഷ്യോ ആഡ് ചെയ്യുക, എന്നിട്ട് 1 യൂണിറ്റിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇൻകം ഓഫ് A ഈസ് 10% മോർ ദാൻ ദാറ്റ് ഓഫ് B. അതായത് ഇവിടെ നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ Aൻ്റെ ഇൻകം എന്ന് പറയുന്നത് Aയും Bയും ഉണ്ട്. അതുപോലെ എന്താണ് Aൻ്റെ ഇൻകം എന്ന് പറയുന്നത് Bനേക്കാളും 10% കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ക്ലാസ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ. അപ്പോൾ അതിൽ B എന്ന് പറയുന്നത് 100 ആണെങ്കിൽ A എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ചെയ്തു. സോ 10% എന്താണ്? 10 ആണ്. സോ 110 ആണ് ഇവിടെ കിട്ടുക. ഇനി ഇഫ് ഇൻകം ഓഫ് B ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് C. അപ്പോൾ Bൻ്റെയും Cൻ്റെയും നോക്കിയാൽ Bൻ്റെയും Cൻ്റെയും ഇൻകം ഓഫ് C എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ഓഫ് B എന്ന് പറയുന്നത് 20% ലെസ് ദാൻ C ആണ്. അതായത് Cൻ്റെ 100 ആണെങ്കിൽ Bൻ്റെ എന്താ? 20% ലെസ്, അപ്പോൾ 80 ആണ്. സോ ഇത് കമ്പൈൻ ചെയ്താൽ മതി. ഇതിൻ്റെ റേഷ്യോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. എന്ത് കിട്ടും? 11:10 ആണ് ഇവിടെ കിട്ടുക. ഇവിടെ എന്ത് കിട്ടും? 4:4
5 ആണ് കേട്ടോ. ഇനി ഇത് കമ്പൈൻ ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. എങ്ങനെയാണ്? എ ബി സി. സോ നമ്മളിത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11 10, അതുപോലെ 4 5. സോ ഇവിടെ തൊട്ട് മുന്നത്തെ വാല്യൂ 10 ആണ്, ഇവിടെ എന്താ 4 ആണ്. സോ 44 40 ഇതെന്ത് കിട്ടും? 50. സോ ഇവിടെ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 2 ആണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22 കിട്ടും. ഇവിടെ എന്താ 20 ആണെന്ന് കിട്ടും, ഇവിടെ 25 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മളെന്താ റേഷ്യോയിൽ കോമൺ ആയിട്ടുള്ള ടേം ഉണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് മാറ്റാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമ്മൾ റേഷ്യോ ആയിട്ട് പറയുന്നത്. സോ ഇവിടെ എന്താ 25 20 2 20 25 ഇതാണ് നമുക്ക് കിട്ടുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതാണ് ആൻസറായി വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ സ്കൂള്. അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. സോ എന്താണ്? 3:2. അതായത് നമുക്ക് നോക്കിയാൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3ഉം 5 ആണ്. വെൻ 24 ഗേൾസ് ലെഫ്റ്റ്, അതായത് 24 ഗേൾസ് ലെഫ്റ്റ് ചെയ്താൽ പുതിയ റേഷ്യോ എന്താണ്? അതായത് 24 ഗേൾസ് പോയി, പുതിയ റേഷ്യോ ബിയും B:G എന്ന് പറയുന്നത് എന്താണ്? പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 6:7 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ബോയ്സിന് ഇവിടെ ചേഞ്ച് വരുന്നില്ല, ഗേൾസിൻ്റെ റേഷ്യോയിൽ മാത്രമാണ്, അതായത് നമ്പേഴ്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. സോ നമ്മൾ ഇതിൽ ഇവിടെ ബോയ്സിൻ്റെ ഈ ക്വാണ്ടിറ്റി രണ്ടും നമ്മൾ സെയിം ആക്കുക. കാരണം അവിടെ ചേഞ്ച് വരുന്നില്ല, നമുക്ക് റേഷ്യോയിൽ ചേഞ്ച് വരുന്ന ഏതാണ്? ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുന്നതാണ് ഗേൾസിൻ്റെ മാത്രമാണ്. അതായത് ഇവിടുന്ന് ഗേൾസ് മാത്രമാണ് പോകുന്നത്, -24 ഗേൾസിൽ മാത്രമാണ്. സോ നമ്മൾ ഈ രണ്ട് റേഷ്യോയിലും നമ്മൾ എന്താണ് ബോയ്സിൻ്റെ നമ്മൾ സെയിം ആക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 6 ഉണ്ട്. സോ ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കംപ്ലീറ്റ് ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു റേഷ്യോയിൽ നമ്മൾ ഒരു ടേമിന് മാത്രം ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. രണ്ട് ടേമിന് നമ്മൾ ഒരു നമ്പർ കൊണ്ട്, കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിൽ ചേഞ്ച് ഇല്ല. സോ നമ്മളിവിടെ രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? 10 കിട്ടും. ഇവിടെ ഓൾറെഡി എന്താ 6ഉം 7ഉം ആണ്. സോ ഇപ്പോൾ നോക്കിയാൽ ബോയ്സിൻ്റെ രണ്ട് പ്ലേസിലും എന്താ സെയിം ആണ്, ക്വാണ്ടിറ്റി സെയിം ആണ്. ഇവിടെ ചേഞ്ച് ആവുന്നത് എന്താണ്? ഇവിടെ ചേഞ്ച് ആവുന്നത് 10 നേരെ 7 ആയി. 10 നേരെ 7 ആവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ നോക്കിയാൽ ആദ്യം എന്താണ് 6 10 ആണ് ഉണ്ടായത്, പിന്നെ എന്താണ് 6 7 ആയി. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് എന്താണ്? ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഒരു -24 ആണ്. അതായത് 24 ഗേൾസ് പുറത്തേക്ക് പോയി, അപ്പോഴാണ് ചേഞ്ച് ചെയ്തത്. ആക്ച്വലി ഇവിടെ എത്ര യൂണിറ്റാണ് ചേഞ്ച് ആയത്? 3 യൂണിറ്റാണ് ചേഞ്ച് ആയത്. 10 7 പോകുമ്പോൾ 3 യൂണിറ്റ് ചേഞ്ച് ആയില്ലേ? സോ ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്താണ്? 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 24. അതായത് ആ 3 യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 24 ആൾക്കാർ പുറത്തു പോയി. സോ 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 24. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 24/3 എന്താണ്? 8 ആണ് കേട്ടോ. ക്ലിയർ? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചാൽ ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ ക്ലാസ് ഇൻ ദ സ്കൂൾ. ഓക്കെ, സോ ബോയ്സ് എത്രയാണ്? ബോയ്സ് ആദ്യം 6 ആണ്, 6 യൂണിറ്റ് ആണ്. രണ്ടാമത് 6 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 8 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 6 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? 6 × 8 ദാറ്റ് ഈസ് 48 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 48 ആണ് നമുക്ക് ആൻസറായി കിട്ടുക. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? ദ റേഷ്യോ ബിറ്റ്വീൻ അനിൽ ആൻഡ് സുനിൽസ് പെർസെൻറ്റേജ്. കണ്ടോ, ഇവിടെ ഏജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണുള്ളത്? അനിലുണ്ട്, സുനിലുണ്ട്. സോ ഇവരുടെ പെർസെൻറ്റേജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5:6 ആണ്. 5:6 ആണ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ. ഇനി 6 ഇയേഴ്സ്, ആഫ്റ്റർ 6 ഇയേഴ്സ്, അതായത് ഇവിടുന്ന് 6 ഇയേഴ്സ് കൂടി ആഫ്റ്റർ 6 ഇയേഴ്സ്. ഓക്കെ, ഇവരുടെ റേഷ്യോ ഓഫ് ദർ ഏജസ് ബിക്കം എന്താണ്? 7:8 ആണ്. ക്ലിയർ? 7:8 ആണ് എന്താണ്? 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇൻക്രീസ് ആയ എത്രയാണ്? 2 യൂണിറ്റ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. സോ ടോട്ടൽ ഈ 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ എത്രയാണ്? 6 ഇയേഴ്സ് എടുത്തു. സോ നമുക്കറിയാം 2 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്താണ്? 2 യൂണിറ്റ് ആണ് 6 എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 6 നിന്ന് 8 ആവാൻ 2 യൂണിറ്റ് കൂടി, 5 നിന്ന് 7 ആവാൻ 2 യൂണിറ്റ് ഇൻക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ ഈ 2 യൂണിറ്റ് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താ 6 ഇയേഴ്സ് എടുത്തത്. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആണ്.
ക്ലിയർ. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ, വാട്ട് ഈസ് അനിൽസ് പെർസെൻറ്റേജ്? അനിലിൻ്റെ പെർസെൻറ്റേജ് എന്താണ്? അനിലിൻ്റെ പെർസെൻറ്റേജ് 5 യൂണിറ്റ് ആണ്. സോ 1 യൂണിറ്റ് 3 ആണ്. സോ 5 യൂണിറ്റ് എന്താണ്? 5 യൂണിറ്റ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു 1 യൂണിറ്റിൻ്റെ വാല്യൂ 3. സോ 15 ആണ്. 15 ഇയേഴ്സ് ആണ് അനിലിൻ്റെ പെർസെൻറ്റേജ്. 15 യൂണിറ്റ് ആണ് അനിലിൻ്റെ പെർസെൻറ്റേജ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ക്ലിയർ. അടുത്തത് മന്ത്ലി ഇൻകം ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ ആണ്. എ ആരൊക്കെയാണ് ഉള്ളത്? എ ഉണ്ട്, ബി. ഇവിടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2:3 ആണ് മന്ത്ലി ഇൻകം. ആൻഡ് ഇതേ മന്ത്ലി എക്സ്പെൻസിൻ്റെ റേഷ്യോ എന്താണ്? എക്സ്പെൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:9 ആണ്. സോ ഇഫ് ഈച്ച് ഓഫ് ദം സേവ്സ് 600 പെർ മന്ത്, അതായത് 600 രൂപ സേവ് ചെയ്യുന്നവർ. സോ ഇവർ സേവ് ചെയ്യുന്ന എത്രയാണ്? സേവ് ചെയ്യുന്നത് എത്രയാണ്? സേവ് ചെയ്യുന്നത് 600 ആണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് ആദ്യം നമുക്ക് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റി അറിയാത്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ നമ്മൾ റേഷ്യോ എന്ത് കൊടുക്കുന്നു? നമ്മൾ 2x/3x. ഇതാണ് നമ്മുടെ റേഷ്യോ, ഇൻകത്തിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടുന്ന് ഇൻകത്തിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇൻകം ഈക്വൽ ടു എക്സ്പെൻസ് പ്ലസ് സേവിങ്സ്. ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് ആണ് അല്ലേ? ഇൻകത്തിന് നമ്മൾ എക്സ്പെൻസ് പിന്നെന്താ സേവിങ്സും അതിൻ്റെ ആഡ് ചെയ്താൽ ഇൻകം കിട്ടും. സോ ഇവിടെ നമ്മൾ എന്താണ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇൻകമാണ്. 2x എന്ന് പറഞ്ഞാൽ ഇൻകത്തിൻ്റെ 2 എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ റേഷ്യോ ആണ്. 2x എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകമാണ്. 3x എന്ന് പറഞ്ഞാൽ ബിൻ്റെ ടോട്ടൽ ഇൻകമാണ്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ എന്താ സേവിങ്സ് എത്രയാണ്? 600 മൈനസ് ചെയ്യുന്നു. ഇൻകം മൈനസ് സേവിങ്സ് എന്ത് കിട്ടും? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് പോയാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ കിട്ടും. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എന്താണ്? 5:9. ക്ലിയർ. അതായത് 2x എന്നുള്ള ടോട്ടൽ ഇൻകം അവിടുന്ന് 600 പോയി, 3x എന്നുള്ള ടോട്ടൽ ഇൻകം അവിടുന്നും 600 പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കിട്ടും. ക്ലിയർ. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കിട്ടും. ഇനി ഒന്നുമില്ല, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആൻസറായി. ഇതിങ്ങോട്ട് പോകും, ഇതിങ്ങോട്ട് പോകും. സോ 9 ഇൻറ്റു 2x മൈനസ് 600 ഈക്വൽ ടു 5 ഇൻറ്റു 3x മൈനസ് 600. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18x മൈനസ് 6 ഇൻറ്റു 9 54. പിന്നെ 2 0. ഓക്കെ. ഇതെന്താ? 5 ഇൻറ്റു 3 15x മൈനസ് 30. സോ 3000. ഓക്കെ. ഇനിയോ എക്സിൻ്റെ ടേമൊക്കെ നമ്മൾ കോമൺ ആയി ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ 18x ഉണ്ട് ഇവിടെ, 15x അവിടെ. സോ 18x മൈനസ് 15x വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3x. ഓക്കെ. 3000 ഇവിടെ മൈനസ് 3000 ആണ്, ഇവിടെ മൈനസ് 5400 ആണ്. സോ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇത് പ്ലസ് ആവും. സോ 5400 മൈനസ് 3000 ആവും. ഈക്വൽ ടു എന്ത് കിട്ടും? ഈക്വൽ ടു 2400. ക്ലിയർ. ഇത്രയാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ? 2400 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എന്താ? 800. എക്സിൻ്റെ വാല്യൂ 800 ആണെന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചില്ലേ? ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? എന്ത് ചോദിച്ചു? ദ മന്ത്ലി ഇൻകം ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ. ഇത് മന്ത്ലി എക്സ്പെൻസും തന്നിട്ടുണ്ട്, ഇഫ് ദർ പെർ മന്ത് ഇൻകം. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ടാളുടെ ഇൻകമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എൻ്റെയും ബിൻ്റെയും ഇൻകം. എൻ്റെ ഇൻകം എത്രയാണ്? 2x ആണ്. 2x ആണ് എൻ്റെ ഇൻകം. എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 2x ആണ്. സോ 2 ഇൻറ്റു 800 1600 ആണ്. ഇനി ബിൻ്റെ ഇൻകം എത്രയാണ്? 3x ആണ്. സോ 3 ഇൻറ്റു 800 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? സോ എന്ത് കിട്ടും? 2400. സോ ഇതാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് CSAT. മന്ത്ലി ഇൻകം ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ റേഷ്യോ 4:3 ആണ്. സോ എക്സ് നമ്മൾ അപ്പം തന്നെ എഴുതാം. എക്സിൻ്റെയും വൈൻ്റെയും മന്ത്ലി ഇൻകം എത്രയാണ്? 4:3 ആണ്. ആൻഡ് ദെയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻകം ഇതാണ്, എക്സ്പെൻഡിച്ചർ എന്താണ്? റേഷ്യോ 3:2 ആണ്. സോ ഹൗവർ ഈച്ച് സേവ്സ് 6000 പെർ മന്ത്.
വാട്ട് ഈസ് ദ ടോട്ടൽ മന്ത്ലി ഇൻകം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മന്ത്ലി ഇൻകം ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ നോക്കേണ്ടത് ഇൻകം എക്സ്പെൻഡിച്ചർ ഇതിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം എന്താണ് ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇൻകം എക്സ്പെൻഡിച്ചർ, അപ്പോൾ ഇവിടുന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ, ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റാണ് കുറഞ്ഞത്? 1 യൂണിറ്റാണ് കുറഞ്ഞത്, -1. ഇവിടെ നോക്കിയാൽ 1 യൂണിറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ? 1 യൂണിറ്റ് ആയിരിക്കും. സോറി, ഇൻകത്തിൽ നിന്ന് സേവിങ്സ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. അതായത് ഇൻകം എന്ന് പറയുന്നത് 4:3 ആണ്. അവിടുന്ന് രണ്ടിനും 1 യൂണിറ്റ് മാറി. അങ്ങനെ ആകുമ്പോൾ എന്താ എക്സ്പെൻഡിച്ചർ കിട്ടി? സേവിങ്സ് 1 യൂണിറ്റാണ്, എക്സ്പെൻഡിച്ചർ എന്താ 3:2 കിട്ടി. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് അവർ സേവ് ചെയ്ത സേവിങ്സ്. സോ ഇവിടെ നമുക്ക് ആ സേവിങ്സിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 6000 ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 6000. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദെയർ ടോട്ടൽ മന്ത്ലി ഇൻകം? ടോട്ടൽ മന്ത്ലി ഇൻകം എന്താണ്? ഇത് 4 യൂണിറ്റ് ആണ്, ഇത് 3 യൂണിറ്റ് ആണ്. ടോട്ടൽ എത്രയാണ്? 7 യൂണിറ്റ് ആണ്. 7 യൂണിറ്റ് ആണ്. ക്ലിയർ? 3ഉം 7ഉം. സോ 7 1 യൂണിറ്റ് എന്ന് പറയുന്നത് 6000 ആണ്. 7 അപ്പോൾ 7 യൂണിറ്റ് എത്രയാണ്? 42,000. ക്ലിയർ? 42,000. ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും സെയിം ആകുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അതായത് രണ്ടിനും 1 യൂണിറ്റ് ആണ് സേവ് ചെയ്തതെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അടുത്തത് സം ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി ആർ സം ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് സി ആൻഡ് ഡി. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ഇൻകം, അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് എന്തിനേക്കാളും കൂടുതലാണ്? സി പ്ലസ് ഡിനേക്കാളും കൂടുതലാണ്. ദ സം ഓഫ് ഇൻകം ഓഫ് സി ആൻഡ് ഡി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എന്താണ്? അതായത് എയും സിയും, അതായത് എ പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എന്താ? ബി പ്ലസ് ഡി ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻകത്തിന് സെയിം ആണ്. മോർ ഓവർ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഏൺസ് ഹാഫ് ആസ് മച്ച് ആസ് സം ഓഫ് ഇൻകം ഓഫ് ബി ആൻഡ് ഡി. അപ്പോൾ എ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് ഡിൻ്റെ ഹാഫ് ആയിരിക്കും. ക്ലിയർ? ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നമ്മളിവിടെ നോക്കിയാൽ എന്താ? നമുക്ക് ഈ ലാസ്റ്റത്തെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ ബൈ ബി ഡി, ബി പ്ലസ് ഡി, എ ബൈ ബി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്ന് കിട്ടും. എ ബൈ ബി പ്ലസ് ഡി എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടും. ക്ലിയർ? അതായത് ഇവിടെ നോക്കിയേ, എ ബൈ ബി പ്ലസ് ഡി എന്ന് ബി പ്ലസ് ഡി എന്ന് പറയുന്നത് 1/2 ആണ്. നമ്മൾ സാധാരണ എ ബൈ ബി ഈക്വൽ ടു 1/2 എന്ന് എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതും? എൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്, ബീൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ നമ്മൾ റേഷ്യോയിൽ പഠിച്ചേ. അതുപോലെ ഇവിടെ നോക്കിയാൽ എന്താ? എൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ 1 കിട്ടും. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ്? ബി പ്ലസ് ഡി എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ? ന്യൂമറേറ്ററുള്ള എ ആണ്, അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ്? 1 ആണുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണ്, ബി പ്ലസ് ഡി എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ ബി പ്ലസ് ഡി എന്ന് പറയുന്ന വാല്യൂ നമ്മളിത് ഇവിടെ ഇട്ട് കൊടുത്താൽ ഇവിടെ എ ആണ്, എ 1 ആണ് നമുക്ക് കിട്ടി. ബി പ്ലസ് ഡി 2 ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ സി എന്തായിരിക്കും? ഇത് രണ്ടും 2 കിട്ടണമെങ്കിൽ സി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഇനി ഇതാ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എ എന്ന് പറയുന്നത് 1 ആണ്, ബി അറിയില്ല, സി എന്ന് പറയുന്നത് 1 ആണ്, ഡി എന്ന് പറയുന്നത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അതായത് 1ഉം 1ഉം ഉണ്ട്, ബിയും ഡിയും ഉണ്ട്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ നിന്ന് ക്ലിയർ ആകുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഡി ആണ്. കാരണം ഇത് 1 ആണ്, ഇത് ബി, 1 പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 1 പ്ലസ് ഡി. സോ എന്താ? ബി ഗ്രേറ്റർ ദാൻ ഡി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഏതാ ഇവിടുന്ന് ഒരു കാര്യം അറിയാം, ബി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ്? 2 ആണെന്നറിയാം. പക്ഷേ ബി ഗ്രേറ്റർ ദാൻ ഡി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് ഡി 2 ആണ്, ബി ഗ്രേറ്റർ ദാൻ ഡി ആണ്. സോ എന്താ? ഇത് രണ്ടും എന്തായാലും 1 ആവില്ല. സോ ബി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് എന്തായാലും 1ൽ കൂടുതലായിരിക്കും, ഡി എന്ന് പറയുന്നത് 1ൽ കുറവായിരിക്കും. കാരണം രണ്ടും ഒരിക്കലും എന്താ ഈക്വൽ അല്ല. കാരണം ഇവിടെ നോക്കി, ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ഡി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 2 കിട്ടണം. സോ എന്താ? രണ്ടും ഒരിക്കലും 1 ആവില്ല. സോ ഒന്ന് 1ൽ കൂടുതലാവാം, ഒന്ന് 1ൽ കുറവാവാം. അങ്ങനെ ആയാൽ മാത്രമല്ലേ നമുക്ക് 2 കിട്ടൂ.
അല്ലെങ്കിൽ നമുക്ക് എന്താ രണ്ടും 1 ആവണം, അല്ലെങ്കിൽ ഒന്ന് 1ൽ കൂടുതൽ ഒന്ന് 1ൽ കുറവ്. സോ ബി എന്ന് പറയുന്നത് 1ൽ കൂടുതലാണ്, ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഹൂസ് ഇൻകം ഈസ് ഹയർ, അപ്പോൾ ഹയർ ഇൻകം ആരതാണ്, എൻ്റെ 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻകം ഏതാണ്, എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ ആരാണ് ഹയർ ഇൻകം ഉള്ളത്, ആരാണ്, ബി മാത്രമാണ്, കാരണം ബിൻ്റെ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്, പക്ഷേ എന്താ നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കണം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ ടോട്ടൽ ഇൻകം ഓഫ് എ ബി ആൻഡ് സി ഈസ് എത്രയാണ്, 6060 ആണ്. എ സ്പെൻഡ് 80%. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്, 6060 ആണ്. ഇനി എ സ്പെൻഡ്, അതായത് എ ബി സി, അതിൽ എ സ്പെൻഡ് ചെയ്യുന്നത്, അതായത് എൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 80% ആണ്. ബി സ്പെൻഡ് എത്ര, 85%. സി സ്പെൻഡ് 75%. ഓക്കെ, ഇത്രയാണ് അവർ സ്പെൻഡ് ചെയ്തത്. ദ റേഷ്യോ ഓഫ് ദെയർ സേവിങ്സ്, അപ്പോൾ അവരുടെ സേവിങ്ങിൻ്റെ റേഷ്യോ എന്താണ്, 5:6:9 ആണ്. ഇതാണ് അവരുടെ എന്താ സേവിങ്സിൻ്റെ റേഷ്യോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇൻകം എന്ന് പറയുന്നത് 100% ആണ്. അതായത് എപ്പോഴും എന്താ, ഇൻകം എന്ന് പറയുന്നത് ഫുള്ളല്ലേ, 100 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ, എക്സ്പെൻഡിച്ചർ 80 ആണ്. അപ്പോൾ സേവിങ്സ് എത്രയായിരിക്കും, 20% ആയിരിക്കില്ലേ. ഇൻകം 100 ആണ്, എക്സ്പെൻഡിച്ചർ 80 ആണ്. അപ്പോൾ സേവിങ്സ് എന്തായിരിക്കും, 20 ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ 100 ഇൻകം ആയാൽ എന്തായിരിക്കും, സേവിങ്സ് എത്രയായിരിക്കും, 15 ആയിരിക്കും. ഇവിടെ നോക്കിയേ 75 എക്സ്പെൻഡിച്ചർ, 100% ഇൻകം, അങ്ങനെയാണെങ്കിൽ എത്രയാ, 25 ആയിരിക്കും ഇവിടുത്തെ സേവിങ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 20% എന്ന് പറയുന്നത് എന്താണ്, ഈ 20% എന്ന് പറയുന്നത് റേഷ്യോയിലാകുമ്പോൾ എന്താ, 5 ആണ്. 20% എന്ന് പറയുന്നത് റേഷ്യോയിലാകുമ്പോൾ 5 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 100% എന്താണ്, നമുക്കറിയാലോ, എന്താ 5/20 × 100. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും, 25 ആണെന്ന് കിട്ടും. അപ്പോൾ 100% എന്ന് പറയുന്നത് എന്താണ്, 25 ആണ്. ക്ലിയർ? 100% എന്ന് പറയുന്നത് 25 ആണ്. ഇവിടുത്തെയോ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 15% ആണ്. സോ 15% എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം 6 ആണെന്ന്. സോ നമുക്കെന്താ 100% ആണ് വേണ്ടത്. സോ 6/15 × 100. ക്ലിയർ? എന്ത് കിട്ടും, ഇതെന്ത് കിട്ടും, ഇതും ക്യാൻസലായി, ബാക്കി എന്ത് കിട്ടും, അതായത് 3 വെച്ച് ക്യാൻസൽ ചെയ്തു. സോ 5 2, സോ എന്ത് കിട്ടും, 40 ആണെന്ന് കിട്ടും. ഇവിടുത്തെ 40 ആണ് കിട്ടുക. നെക്സ്റ്റ് ഇവിടെ എന്താ, 25% എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 100% എന്ത് കിട്ടും, ഇത് ഇൻറ്റു 4 ചെയ്തു, അപ്പോൾ ഇത് ഇൻറ്റു 4 ചെയ്താൽ 36 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 3 വാല്യൂ നമുക്ക് എന്താ, എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കിട്ടി, സോറി അല്ല, ഇൻകത്തിൻ്റെ റേഷ്യോ കിട്ടി. അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ എന്താണ്, ഇൻകത്തിൻ്റെ റേഷ്യോ A:B:C. ഇപ്പോൾ നമ്മൾ ഇൻകം അല്ലേ കണ്ടുപിടിച്ചേ, 100% ഇൻകം അല്ലേ, അതല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. അപ്പോൾ 25 ഇത് 40, ഇത് സീൻ്റെ എന്താ ഇൻകം എത്രയാണ്, 36. നമ്മളോട് പറഞ്ഞു ഫൈൻഡ് ദ ഇൻകം ഓഫ് എൻ്റെ ഇൻകമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ അറിയാം എന്താണ്, ഇത് ടോട്ടൽ എത്രയാണ്, ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 101 കിട്ടും. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്, എൻ്റെ ഇൻകമാണ്. സോ 25 / 101 × 6060. അങ്ങനെയല്ല ചെയ്യാം. അതായത് ടോട്ടൽ വാല്യൂ, അതായത് ടോട്ടൽ എത്രയാണ് ഡിവൈഡ് ബൈ നമ്മൾ എത്ര പാർട്ടാക്കണം, 101 ഇൻറ്റു എത്രയിലാണ്, 25. സോ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100. ഇതെന്ത് കിട്ടും, 6 അല്ലേ കിട്ടുക, 6. സോ 25 × 6 ചെയ്താൽ 150, പിന്നെ ഒരു 0, 1500 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടുക. 1500. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇവിടെ നോക്കിയേ, ഇഫ് 4 <= x <= 8 and
2 less than or equal to y less than or equal to 7. Then what is the ratio of maximum value of x plus y യും minimum value of x plus y യും? അതായത് റേഷ്യോ ആണ്, മാക്സിമം ടു മിനിമം ആണ് റേഷ്യോ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ഈ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ. അതായത് ഇവിടെ എന്താ, ഇവിടെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എക്സിന് മാക്സിമം വാല്യൂ എത്ര കൊടുക്കാം? നമുക്ക് മാക്സിമം വാല്യൂ നമുക്ക് എക്സിന് 8 കൊടുക്കാം, വൈക്ക് മാക്സിമം വാല്യൂ എത്ര കൊടുക്കാം? 7 കൊടുക്കാം. സോ 8 + 7 ആണ് മാക്സിമം വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 15 ആണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. ഇനി മിനിമം വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. അങ്ങനെ ആകുമ്പോൾ എക്സ് മൈനസ് വൈൻ്റെ മിനിമം വാല്യൂ കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്മോളർ ആയിരിക്കണം, ഏറ്റവും സ്മോളർ വാല്യൂ, അതായത് ഏറ്റവും മിനിമം വാല്യൂ ആണ് എക്സ് മൈനസ് വൈ കിട്ടേണ്ടത്. അപ്പോൾ എക്സിന് ഏറ്റവും സ്മോളർ വാല്യൂ കൊടുക്കുക, ഏറ്റവും സ്മോളർ ആസ് പോസിബിൾ. ഓക്കെ, സ്മോളർ വാല്യൂ നമ്മൾ കൊടുക്കണം. വൈക്ക് എന്ന് പറയുന്നത് എന്താ? ലാർജർ. വൈ എന്ന് പറയുന്നത് ഏറ്റവും ലാർജർ വാല്യൂ കൊടുക്കുക. സോ ഇവിടെ ഏറ്റവും എക്സിന് ഏറ്റവും സ്മോളർ വാല്യൂ എന്താണ്? 4 ആണ് കേട്ടോ. എക്സിന് ഏറ്റവും സ്മോളർ വാല്യൂ 4 ആണ്, വൈക്ക് ഏറ്റവും ലാർജർ വാല്യൂ എന്ത് കിട്ടും? 7 ആണ്. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -3 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിനേക്കാളും മിനിമം ഇല്ല, -3നേക്കാളും മിനിമം വാല്യൂ നമുക്കില്ല. സോ ഇത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 15/-3 അല്ലേ? 15/-3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? -5 ആണെന്ന് കിട്ടും. സോ എന്താ, ഇവിടെ നമുക്ക് തന്നിട്ടില്ല, ഇവിടെ തന്ന വാല്യൂ ഇല്ല. സോ നൺ ഓഫ് ദി എബോ ആണ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ എക്സ് വാണ്ട്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സം പെൻസ് എമംഗ് 6 ചിൽഡ്രൻ A B C D E F. സപ്പോസ് എ ഗെറ്റ്സ് ട്വൈസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എ എന്നതിന് കിട്ടുന്നത് എന്താ? ട്വൈസ് ദ നമ്പർ ഓഫ് പെൻസ് റിസീവ്ഡ് ബി. അപ്പോൾ ബിക്ക് കിട്ടുന്നതിൻ്റെ എക്ക് കിട്ടുന്ന എ ആണെങ്കിൽ ബിക്ക് കിട്ടുന്ന ബി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? 2B ആണ്. ബിക്ക് കിട്ടുന്നതിൻ്റെ ട്വൈസ് ആണ്, 2B ആണ് കിട്ടുക. ഇനി എക്ക് കിട്ടുന്ന എൻ്റെ കാര്യമാണ് ഇവിടെ ഫുള്ള് പറയുന്നത്. 3 times ദാറ്റ് ഓഫ് സി. അതായത് എന്താ, എക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 times ദാറ്റ് ഓഫ് സി ആണ്. അതുപോലെ 4 times ദാറ്റ് ഓഫ് ഡി എന്ന് പറയുന്നത് 4 times ദാറ്റ് ഓഫ് ഡി ആണ്. എന്ന് പറയുന്നത് എന്താണ്? 5 times ദാറ്റ് ഓഫ് ഇ ആണ്. അപ്പോൾ ഈക്വൽ ടു 5E ആണ്. അതുപോലെ 6F ആണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്താ പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? പേഴ്സൺ വാണ്ട്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സം എമൗണ്ട് ഓഫ് എന്താ? സപ്പോസ് ഇവിടെ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഏത് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണല്ലേ. സപ്പോസ് എ പേഴ്സൺ എക്സ് വാണ്ട്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സം പെൻസ് എമംഗ് എന്ത് ചെയ്യുക? 6 ചിൽഡ്രൻസ് A B C D E F. സപ്പോസ് എ ഗെറ്റ്സ് ട്വൈസ്. സോ ഇവിടെ എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് എന്താ ഈവൻ നമ്പർ കിട്ടുന്നത്. സോ നമ്മൾ ഈവൻ നമ്പർ കിട്ടുന്ന വാല്യൂ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ടോട്ടൽ പെൻ അയാളുടെ കയ്യിലുള്ള എക്സിന് ഈവൻ ക്വാണ്ടിറ്റി കിട്ടുന്ന മിനിമം വാല്യൂ എത്രയാണ്? മിനിമം നമ്പർ എത്ര വേണം? ഇതാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലിയർ? അതായത് ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിന് മിനിമം ക്വാണ്ടിറ്റി കിട്ടുന്ന നമ്പർ ഏതാണ്? ക്ലിയർ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എക്സ് ഈവൻ ആവണം, അങ്ങനെയുള്ള മിനിമം വാല്യൂ ഏതാണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോൾ ആദ്യം നമ്മൾ ഇതിനൊക്കെ നമ്മൾ എന്താ, ഇതിൻ്റെ LCM കാണാം. അതായത് എന്താ, എൻ്റെയും ബിൻ്റെയും ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ കാണണമെങ്കിൽ അതായത് എന്താ, നമ്മൾ ആദ്യം ഇതിൻ്റെ LCM കാണാം. ഇത്രയും വാല്യൂസ് 2, 3, 4, അതായത് LCM ഓഫ് 2, 3, 4, 5, 6. ഇതിൻ്റെയൊക്കെ LCM കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 ആണെന്ന് കിട്ടും. ഓക്കെ, LCM കാണുമ്പോൾ നമ്മൾ 60 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് മനസ്സിലാക്കാം LCM 60 ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് എക്ക് നമ്മൾ 60 എന്ന വാല്യൂ കൊടുക്കുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ബിൻ്റെ വാല്യൂ എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് ഇവിടുന്ന് എന്താണ്? ബി എന്ന് പറയുന്നത് ബി ഈക്വൽ ടു എന്താ? A/2 ആണ്. എക്ക് 60 കൊടുത്തു, ബി ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടും? 30 ആണെന്ന് കിട്ടും. ഇനി സി എന്ത് കിട്ടും? സി എന്ന് പറയുന്നത് എന്താണ്? A ഈക്വൽ ടു 3C ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? A/3 ആണ്. സോ 60/3 എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടും. ഇനി ഡി എന്ത് കിട്ടും? ഡി ഈക്വൽ ടു A ഈക്വൽ ടു 4D ആണ്. സോ ഡി ഈക്വൽ ടു A/4 ആണ്. സോ 60/4 എന്ത് കിട്ടും? 60/4 15 ആണെന്ന് കിട്ടും. ഇനി A ഈക്വൽ ടു 5E ആണ്. സോ E ഈക്വൽ ടു 5 A/5 ആണ്. 60/5
ഈക്വൽ ടു 12 ആണെന്ന് കിട്ടും. ഇനി എഫ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? a/6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 60/6 10 ആണെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താ, നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. നമ്മൾ അസ്യൂം ചെയ്താണ്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, എല്ലാത്തിൻ്റെയും റേഷ്യോ കിട്ടിയില്ലേ? അതായത് 60, 30, 20, 15 ഇതാണ് നമുക്ക് എല്ലാത്തിൻ്റെയും റേഷ്യോ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ 60, 110, സോ 147 ആണെന്ന് കിട്ടും ടോട്ടൽ. സോ നമുക്ക് ടോട്ടൽ 147 പെന്ന് വരാം. ടോട്ടൽ എത്ര പെൻ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ 147 പെന്ന് വരാം. പക്ഷേ ക്വസ്റ്റ്യനിൽ എക്സ് എന്താ, ഈവൻ നമ്പർ ആവണമെന്ന് പറഞ്ഞു. മിനിമം ക്വാണ്ടിറ്റി ആണ്, മിനിമം ക്വാണ്ടിറ്റി ഓഫ് പെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സ് ഈവൻ ആയിരിക്കണം. സോ എന്താ, 147 ഈവൻ അല്ല. സോ അടുത്ത ഈവൻ ഏതായിരിക്കണം? അപ്പോൾ ഇൻറ്റു, അതായത് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെയൊക്കെ കൂടെ ഇൻറ്റു 2 ചെയ്യണം അടുത്ത റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ കൂടെ ഇൻറ്റു ചെയ്യുന്നതിന് പകരം സമ്മിൻ്റെ കൂടെ ഇൻറ്റു 2 ചെയ്താൽ മതി. സോ 294 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈവൻ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ? ഇവിടെ ഒന്നുമില്ല, നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഈ 2, 4, 3, 4, 5, 6 ഇതിൻ്റെയൊക്കെ നമ്മൾ, പിന്നെ എൻ്റെ 1 ആണ്. സോ അത് 1 തന്നെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ LCM എടുക്കുന്നു. LCM നമുക്ക് എന്താ, 60 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ 60 നമ്മൾ എ എന്ന വാല്യൂവിന് നമ്മൾ ആ 60 LCM വാല്യൂ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ, ABCDF ഇതിൻ്റെയൊക്കെ വാല്യൂ കിട്ടുമല്ലോ, ഇതിൻ്റെയൊക്കെ വാല്യൂ കിട്ടും. സോ ഈ വാല്യൂ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ റേഷ്യോ. അതായത് ഇതിന് നമ്മളിതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇതിനെ കട്ട് ചെയ്ത് എങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം 2 കൊണ്ട് പോലും പറ്റില്ല. കാരണം ഇതാ, ഇത് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ഏറ്റവും മിനിമം വാല്യൂ അല്ലേ, ഇതാണ് ഏറ്റവും മിനിമം വാല്യൂ. ഇതിനേക്കാളും കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മിനിമം വാല്യൂ കിട്ടി. ഈ മിനിമം വാല്യൂ ടോട്ടൽ, അതായത് എക്ക് 60 മിനിമം വേണം, ബിക്ക് 30 മിനിമം വേണം, ഇങ്ങനെയാണ് കിട്ടിയത്. സോ ഏറ്റവും മിനിമം എത്രയാണ്? 147 പെന്ന് വേണം. പക്ഷേ എന്താ, ക്വസ്റ്റ്യനിൽ പറയുന്നു അത്, ആ ക്വസ്റ്റ്യൻ ഇവിടെ മിസ്സിംഗ് ആണ്. എന്താ, എക്സ് ഈവൻ നമ്പർ ആയിരിക്കണം എന്ന് പറയുന്നു. എക്സ് ഈവൻ നമ്പർ ആവണമെങ്കിൽ എന്താണ്, 147 ആവാൻ പറ്റില്ല. സോ അടുത്തത് ഏതായിരിക്കണം? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ റേഷ്യോ മാറാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം 1 കൊണ്ടാണ്, ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാ നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സമ്മിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 147നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 294 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്, ഇത് ഈവൻ നമ്പറാണ്. സോ ഇത്രയും പെന്ന് നമുക്ക് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ ഏറ്റവും മിനിമം നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, an amount of money was distributed among A, B, C in the ratio എന്താ, PQR. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എന്താ, എ ഗെറ്റ്സ്, അതായത് A, B, C ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, PQR. ഇതാണ് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് മണി, അതായത് ഇവരുടെ കയ്യിലുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണീൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് PQR ആണ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് എന്താ, എ ഗെറ്റ്സ് മാക്സിമം ഷെയർസ് ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ Q+R ആണെങ്കിൽ എക്ക് മാക്സിമം ഷെയർ ആയിരിക്കും കിട്ടുക. അല്ലേ? കറക്റ്റാണ്. കാരണം എന്താ, ഈ ക്യൂവും ആറും കൂട്ടുന്നതിനേക്കാളും കൂടുതലാണ് പീൻ്റെ ഷെയർ. പീൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ്. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എ ഗെറ്റ്സ് മാക്സിമം ഷെയർ എന്താകുമ്പോൾ പി ഗ്രേറ്റർ ദാൻ Q+R കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സി ഗെറ്റ്സ്, അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി ഗെറ്റ്സ്, അതായത് ആർ എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ആർ ഈസ് ലെസ് ദാൻ എന്താ P പ്ലസ് ക്യൂവിനേക്കാളും ചെറുതാകുമ്പോൾ ആറാകുമ്പോൾ നമുക്ക് എന്താ, സി ഗെറ്റ്സ് മിനിമം എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് സംഭവിക്കാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ, പി നമുക്ക് 3 ആവാം, ക്യൂ നമുക്ക് 6 ആവാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതതിൽ ചെറുത് 5 ആയാൽ പോരെ. അപ്പോൾ എന്താണ്, സി ഗെറ്റ്സ് മിനിമം, ഇതിൽ സി അല്ലല്ലോ മിനിമം, സീൻ്റെ എന്താണ്, ആറല്ല മിനിമം, ഇവിടെ എന്താണ്, എ ആണ് മിനിമം. ക്ലിയർ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ക്ലിയർ? അത് മനസ്സിലായോ? അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പക്ഷേ നമുക്ക് എന്താ,
പി നമ്മൾ സപ്പോസ് 3 ആണെന്ന് കൊടുത്തു, ക്യൂ സപ്പോസ് 6 ആണെന്ന് കൊടുത്തു, ഇനി R എന്ന് പറയുന്നത് എന്താണ് 5 ആണെന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി. പക്ഷേ നമ്മൾ നോക്കിയാൽ എന്താണ് സി ഗെറ്റ്സ് മിനിമം, ഇവിടെ സി അല്ല മിനിമം കിട്ടിയത്, ഇവിടെ പിക്ക് മിനിമം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിട്ടാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല, റോങ് ആണ്. അപ്പോൾ ഓൺലി 1 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്, ഓൺലി 1 ആണ് കറക്റ്റ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താ റേഷ്യോ ഓഫ് 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ. അതായത് നമ്മൾ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. എന്താ 12 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 10 × 2 അല്ല എന്താ, അതായത് ഇവിടെ 10ൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ 1 × 10, 2 × 1 ഇങ്ങനെ എഴുതാം. ക്ലിയർ അല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്താണ് നമുക്ക് 12 എന്ന് കിട്ടിയത്. അതുപോലെ നമുക്ക് സപ്പോസ് എന്താ എക്സ് വൈ എന്നുള്ള 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് 10x + y, ഇത് കറക്റ്റ് അല്ലേ? ഇതുപോലെ എഴുതിയല്ലോ നമ്മൾ 10x + y എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അതുപോലെ എന്താ റിവേഴ്സ്, ഇതിൻ്റെ റിവേഴ്സ് എന്തുവാ എന്ന് പറഞ്ഞാൽ എന്താണ് yx. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10y + x എന്ന് എഴുതാം. ക്ലിയർ? 10y + x എന്ന് എഴുതാം. ഇനി എന്താ ഇതിൻ്റെ റേഷ്യോ, ഈ രണ്ട് വാല്യൂവിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്, അതായത് xy / yx എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 10x + y / 10y + x ആണ്. ഈക്വൽ ടു എന്താണ്? റേഷ്യോ എത്രയാണ്? 4/7 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഇനി എന്താ നമ്മളോട് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സച്ച് പെയർസ്, എത്ര അതുപോലത്തെ പെയർ ഉണ്ടെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്ത് കിട്ടും? 7 × 10x + y = 4 × 10y + x ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ 70x + 7y = 40y + 4x. സോ ഇത് ചെയ്താൽ എന്ത് കിട്ടും? 66x = എന്ത് കിട്ടും? 33y ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് x/y എന്ത് കിട്ടും? ഇവിടുന്ന് y ഇങ്ങോട്ട് പോയി, അപ്പോൾ എന്ത് കിട്ടും? 33/66 ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് കിട്ടും? 1/2 ആണെന്ന് കിട്ടും. സോ എക്സിൻ്റെയും x/y എന്ന് പറയുന്നത് എന്താണ്? 1:2 ആണെന്ന് കിട്ടി. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടി, അല്ല എന്താ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതായത് എന്താ എക്സും വൈയും എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ ഡിജിറ്റാണ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റാണുള്ളത്. അപ്പോൾ ഇത് ഓരോ ഡിജിറ്റാണ്. അങ്ങനെ എന്താ എക്സും വൈയും 1:2 റേഷ്യോയിൽ വരുന്ന എത്ര പേർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമുക്കിവിടെ നോക്കിയാൽ എന്താ 1ഉം 2ഉം, അതായത് 12 എന്ന നമ്പറിന് 1:2 ഉള്ള റേഷ്യോ അല്ലേ? 1ഉം 2ഉം. അടുത്തത് ഇത് 2 ആയാൽ ഇവിടെ 4, 24 1:2 റേഷ്യോയിലാണ്. അടുത്ത് 3 എടുത്താൽ ഇവിടെ 6. സോ ഇതും 1:2 റേഷ്യോയിലാണ്. അടുത്ത് എന്താണ്? 4 എടുത്താൽ ഇവിടെ എന്ത് കിട്ടും? 8. ഇതും 1:2 റേഷ്യോയിലാണ്. അടുത്ത് 5 എടുത്താലോ ഇവിടെ ഏതാ 10 വരാൻ പറ്റില്ല, അത് ഒരു ഡിജിറ്റ് അല്ല. സോ ഈ 4 പേരാണ് നമുക്ക് കിട്ടുക. സോ ടോട്ടൽ 4 ആണ് നമ്മുടെ ആൻസർ. 4 പേരാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ബി 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോൻ്റെ കണക്ക് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളെന്താ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഏജസിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ പല ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മുടെ റേഷ്യോ പെർസെൻറ്റേജ് അവിടെ യൂസ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റേഷ്യോയിലുള്ളത്. അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.